ഹലോ ഓഡിബിൾ ആണോ? അതെ മാം, ഓഡിബിൾ ആണ്. ഓക്കെ. അതുപോലെ ഡോക്യുമെന്റ് നിങ്ങൾക്ക് വിസിബിൾ ആണോ? ആ മാം. ഓക്കെ. ഹലോ, സ്റ്റാർട്ട് ചെയ്യാം. റിപ്ലൈ ചെയ്യൂ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ മാം, സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ ഓൺ ആക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഓൺ ആയിക്കോ. സോ ഇറ്റ് വിൽ ബി കുറച്ചുകൂടെ ഇന്ററാക്ട് ആയിട്ട് നമുക്ക് ചെയ്യാം ക്ലാസ്. എന്താ ഓഡിയോ ഒന്നും ആരും ഓണാക്കുന്നില്ലേ? ജസ്റ്റ് ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. ആൽഡ്രിൻ, അനീക്, അനുപമ, അപർണ, രുദ്ര, സുഹേൽ, ബെനീറ്റ, ശിവാനി. എന്താ ആരും ഇല്ലേ ഇനിഷ്യേറ്റീവ് എടുത്ത് വീഡിയോയിൽ വരാൻ? ഓക്കെ. ഞാനിവിടെ ഒരു ഡോക്യുമെന്റ് ഷെയർ ചെയ്യുന്നുണ്ട്. കാണുന്നില്ല എല്ലാവർക്കും? വോയിസിൽ ഒന്ന് റിപ്ലൈ ചെയ്യണേ. കാണുന്നുണ്ട്. കാണുന്നുണ്ട്. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട് അപർണയുടെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോ ഇവിടെ എക്കണോമിക്സ് ആണ് എടുക്കാൻ പോകുന്നത്. നിങ്ങൾ +2 അല്ലേ ഇവിടെ എല്ലാവരും ഇരിക്കുന്നത്? യെസ് ഓർ നോ? നിങ്ങൾക്ക് മെസ്സേജിൽ റിപ്ലൈ ചെയ്യാം ബോക്സിൽ. അതല്ല വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഡിയോ ഓൺ ആക്കിയിട്ട് സംസാരിക്കാം. ഓക്കെ. ചാറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഇവിടെ. നമുക്ക് അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കമ്മിങ് ഫോർവേഡ്. ആൻഡ് ദെൻ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ചോദിക്കണമെങ്കിൽ ഓഡിയോ ചോദിക്കാം. ഓക്കെ, 2 ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോ നിങ്ങൾക്ക് മൈക്രോ എക്കണോമിക്സ് ഉണ്ട്, മൈക്രോ എക്കണോമിക്സ് ഉണ്ട് അല്ലേ? യെസ് ഓർ നോ? യെസ്. ഓക്കെ, അപ്പൊ എങ്ങനെയുണ്ട് പഠിത്തം കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നത്? ഇപ്പൊ എക്സാം എപ്പോഴാണ്? എന്തൊക്കെയാണ് ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻസ്? ആൽഡ്രിൻ പറയൂ, കുറെ നേരമായി വോയിസ് ഓൺ ആക്കി ഓഫ് ആക്കി നിൽക്കുന്നു. എന്തെങ്കിലും റിപ്ലൈ പറയൂ. ആൽഡ്രിൻ പോയോ? കറന്റ് സിറ്റുവേഷൻ എന്താണ്? എക്സാം എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യുന്നത്? നിങ്ങൾ മെസ്സേജിൽ പറയുക, മെസ്സേജിൽ പറയും. അല്ല വെച്ചിട്ടുണ്ടെങ്കിൽ ഓഡിയോയിൽ പറയും. എന്നിട്ട് അതിന്റെ ടൈം ഒക്കെ വന്നോ നിങ്ങൾക്ക്? മാർച്ചിലേക്കാണ് എപ്പോഴാണ് എക്സാം ഒക്കെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്?
പറയൂ. എന്നാ നിങ്ങളല്ലേ എക്സാം എഴുതാൻ പോകുന്നത്? ഞാനാണോ? എനിവൺ? മാം മാർച്ച് 1 എക്സാം തുടങ്ങും. ഓക്കെ. പിന്നെ പഠിക്കാനായിട്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴേ പഠിച്ചു തുടങ്ങണുണ്ട് ഓരോരോ ചാപ്റ്റർ ആയിട്ട്. ഓക്കെ. സോ ഇവിടുത്തെ പിന്നെ ക്ലാസ്സസ് ക്വസ്റ്റ്യൻ ഒക്കെ പേപ്പർ ആൻസർ ചെയ്യുന്നുണ്ട്. ഓക്കെ. കുഴപ്പമില്ല, നല്ല ക്ലാസ് ആണ്. നല്ല ക്ലാസ് ആണ്. ഓക്കെ. ആ ഇനി പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്താണ് പരിപാടികൾ ബാക്കിയൊക്കെ? എന്താണ് ഡിസൈഡ് ചെയ്തിട്ടുള്ളത് പ്ലസ് ടു, ആഫ്റ്റർ പ്ലസ് ടു? എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഈ ആഫ്റ്റർ പ്ലസ് ടു ഞാൻ എന്തൊക്കെ ചെയ്യാൻ പോകുന്നത്? ബികോം പഠിക്കുന്നു, BBA ചെയ്യുന്നു, BBA ചെയ്യാനാണ് നോക്കണേ. BBA ചെയ്യാൻ നോക്കുന്നു അല്ലേ? ഗ്രാജുവേഷൻ ലെവലിലേക്കാണ് പോകുന്നത് അല്ലേ? പുറത്ത് ജർമ്മനി പോവാനായിട്ടാണ് നോക്കണേ. അപ്പൊ വെക്കേഷനിൽ തന്നെ അതിനുള്ള പ്രിപ്പറേഷൻ കാര്യങ്ങൾ ചെയ്യാനാണ് നോക്കണേ. ഓക്കെ, ഗുഡ്. ഓക്കെ, നൈസ് ഓപ്ഷൻ. അപ്പൊ BBA ചെയ്യാണ്. ബാക്കിയുള്ളവരൊക്കെ എന്താ ചെയ്യുന്നത്? സുഹൈൽ, അക്ഷയ, അനുപമ, ബെനീറ്റ, അവർക്കൊന്നും ആൻസർ ഇല്ലേ? ഒന്ന് പറയ്. ജബറിന് അതേ നല്ല കുട്ടിയായിട്ട് വന്നിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തെല്ലാം പറയുന്നുണ്ട്. എനിവൺ എൽസ്? എന്തൊക്കെ പ്ലാൻസ് ഉള്ള? ആർക്കെങ്കിലും ഉണ്ടോ? നോട്ട് യെറ്റ് ഡിസൈഡഡ് ആണോ എല്ലാവരും? നോ റിപ്ലൈസ്? മെസ്സേജിലൂടെങ്കിലും പറയടോ. ഒന്നുമില്ല. ഓക്കെ. BBA ചെയ്യാന്നൊരാള് പറഞ്ഞു. പിന്നെന്താ വേറെ ഓപ്ഷൻസ്? ശിവാനി, എന്താണ് പ്ലാൻ ആഫ്റ്റർ പ്ലസ് ടു? ശിവാനി മിണ്ടുന്നില്ല. ആർക്കുമില്ല, പ്രത്യേകിച്ച് ഒന്നും പറയാൻ ആർക്കുമില്ല. എല്ലാവരും എക്സാം വെയിറ്റ് ചെയ്തിട്ട് ഇരുന്നിട്ട് ആഫ്റ്റർ എക്സാംസ് ആണ് തീരുമാനിക്കുന്നത്. അങ്ങനെയാണോ? യെസ് ഓ നോ? പറയ, എന്തെങ്കിലും പറയേ. അറ്റ്ലീസ്റ്റ് അതൊന്ന് സംസാരിക്കണം. ഞാനിങ്ങനെ ഒരാൾ മാത്രം ഇങ്ങനെ സംസാരിക്കുക അതല്ലല്ലോ ക്ലാസ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് എന്തെങ്കിലും ഔട്ട്കം വേണം, ഇവിടെ നിന്ന് അങ്ങോട്ടും വേണം, അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ? അതല്ലേ? ദാറ്റ് ഈസ് ഹൗ വി വിൽ ടേക്ക് ക്ലാസ്, റൈറ്റ്? ഇതെന്താണ് മിണ്ടില്ലല്ലോ? എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ക്ലാസ്. ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറ. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ. എന്താണ് അപർണ ഇങ്ങനെ? ഒന്നുമില്ല മാം. ഓക്കെ, ആരുമില്ല ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് വരാൻ. ഓക്കെ. എന്റെ പേര് അഭിരാമി എന്നാണ്. ആക്ച്വലി ഞാൻ ഇവിടെ UAE-ലാണ്, അബുദാബിയിലാണ്. ഇവിടെ ഞാനൊരു അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ഇപ്പൊ നിയർലി 1 year ആയി. ആഫ്റ്റർ മാരേജ്, ബിഫോർ മാരേജ് ഞാനിവിടെ വന്നു, പിന്നെ ആഫ്റ്റർ മാരേജ് ഇവിടെ കണ്ടിന്യൂ ചെയ്യാണ്. ദിസ് ഇസ് വാട്ട് അബൌട്ട് മീ. ആൻഡ് ദെൻ ഞാൻ CMA ഇന്റർമീഡിയറ്റ് ക്വാളിഫൈഡ് ആണ്. ആൻഡ് ദെൻ ഫൈനൽ ഇപ്പൊ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ്. ദിസ് ഇസ് ഓൾ അബൌട്ട് മീ. ഓക്കെ, എനി ക്വസ്റ്റ്യൻസ്? യെസ് ഗൗതം. എന്തെങ്കിലും ചോദിച്ചായിരുന്നോ? നോ. ഓക്കെ. അപ്പൊ നമുക്ക് ഇല്ല. ഓക്കെ. സോ ദിസ് ഇസ് എന്നെ കുറിച്ചിട്ട് ഒരു സമ്മറി ഇതാണ്. ഞാൻ ICMS ഞാൻ ഒരു ഇന്റർ ഒക്കെ പഠിക്കുമ്പോൾ ഇന്റർ പാസ്സായി കഴിഞ്ഞിട്ട് ഒരു ആഫ്റ്റർ 1 year തൊട്ട് ICMS ക്ലാസ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ഞാൻ പ്രൊഫിൻസിലാണ് ആദ്യം പഠിച്ചിരുന്നത്. ആൻഡ് ദെൻ ഒരു ബാംഗ്ലൂരിലെ ഒരു ബാങ്കിങ് സെക്ടർ, സ്റ്റേറ്റ് സ്ട്രീറ്റ് എന്ന് പറയും, ഒരു ബാങ്കിലാണ് വർക്ക് ചെയ്തിരുന്നത് 1 year. ആൻഡ് ദെൻ ഞാൻ ഇവിടെ വന്നു. ദിസ് ഇസ് ഓൾ അബൌട്ട് മൈ. ഓക്കെ, ഇതൊക്കെയാണ് എന്നെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ സമ്മറി. അപ്പൊ നമുക്ക് ക്ലാസ് എടുക്കാം. അപ്പൊ ഇതിൽ നമുക്ക് മൈക്രോ എക്കണോമിക്സും മൈക്രോ എക്കണോമിക്സും എന്ന് പറഞ്ഞിട്ട് ഉണ്ട്. സോ ടു ബി ഫ്രാങ്ക്, എന്താണ് എക്കണോമിക്സ്? നിങ്ങളുടെ ഐഡിയയിൽ എന്താണ് എക്കണോമിക്സ്? ഇവിടെ ഒരാളെയും ജഡ്ജ് ചെയ്യാനോ ഒന്നിനും പോകുന്നില്ല. സോ നിങ്ങൾക്ക് ഒരു ഇന്ററാക്റ്റീവ് ക്ലാസ് ആയിട്ട് നമുക്കിത് മുന്നോട്ട് പോകാം. ഐ ഡോണ്ട് വാണ്ട് ടു ബി ലൈക്ക് ഒരാൾ മാത്രം
ഒരു സൈഡിൽ നിന്ന് പറയാ, ബാക്കി എല്ലാവരും കേട്ടിരിക്കുക. അങ്ങനെ ഒരു ക്ലാസ് ആവണ്ട. ജസ്റ്റ് ലൈക്ക് ഒരു ഇന്ററാക്റ്റീവ് മോഡ്. നമ്മളൊരു സെമിനാർ ഒക്കെ പറയുന്ന മാതിരി അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന മാതിരി നമുക്കിത് മൂവ് ചെയ്യാം. ഓക്കെ ഓക്കെ അല്ലേ? നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ മെസ്സേജ് അയക്കാൻ ഞാൻ പറഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് മുന്നോട്ട് വന്നിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ജസ്റ്റ് ടെക്സ്റ്റ് ചെയ്യാൻ എത്ര പ്രശ്നമൊന്നുമില്ലല്ലോ. ചാറ്റിൽ നമ്മൾ വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ലോണം ചാറ്റ് ചെയ്യുന്നതല്ലേ അല്ലേ? ആണോ? അല്ലേ? അതോ പഠിത്തം മാത്രമാണോ? അതെ. സോ യെസ്, ഓഫ് കോഴ്സ് യെസ്. യെസ്, സുഹൈൽ മുന്നോട്ട് വന്നെടുക്കുന്നു. യെസ്, ഇതുപോലെ എല്ലാവരും വന്നോ, മെസ്സേജ് അയച്ചോ, നമുക്ക് സംസാരിക്കാം. ഇങ്ങനെയൊക്കെ ആയിട്ട് ക്ലാസ് നിങ്ങളുടെ മുന്നോട്ട് പോവാം. അതാണ് നല്ലത് അല്ലേ? അല്ലാണ്ട് ഞാനിങ്ങനെ കുറെ പറയാ, നിങ്ങൾ ഉറക്കം തൂങ്ങി അവിടെ ഇരിക്കുക. ദിസ് ഇസ് നോട്ട് ഹൗ ക്ലാസ് ഷുഡ് മൂവ്, റൈറ്റ്? ആണോ അല്ലയോ? ആണോ അല്ലയോ? യെസ്. ഒരാളെങ്കിലും സംസാരിക്കുന്നുണ്ടല്ലോ, ഭാഗ്യം. ഓക്കെ, നിങ്ങളുണ്ടല്ലോ, നിങ്ങൾ ഇങ്ങനെ മിണ്ടാണ്ട് അറ്റ്ലീസ്റ്റ് ഒരു ഓൺലൈൻ ക്ലാസ്, ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വരെ ഇങ്ങനെ മിണ്ടാണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പഠിച്ച് നല്ല കുട്ടികളൊക്കെ ആയിട്ട് +1 +2 ഒക്കെ പാസ്സായി, +2 പാസ്സായി, ഓക്കെ, +2 പാസ്സായി, ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് നിങ്ങളിങ്ങനെ മുന്നോട്ടൊരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ നിങ്ങൾ ജോബൊക്കെ നോക്കി പോകുമ്പോൾ നമ്മൾ അവിടെ ഇരിക്കുള്ളൂ കേട്ടോ. അപ്പൊ ചെറിയൊരു ഇനീഷ്യേറ്റീവ് പോലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണേ. ടു ബാഡ്. അന്നെ ആരെങ്കിലും ഉണ്ടോ മുന്നോട്ട് വരാൻ? സുഹൈൽ അല്ലാണ്ട് ഇല്ല. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ രണ്ട് ടെക്സ്റ്റ് ബുക്സ് ആണ് നിങ്ങൾക്ക് +2 ഉള്ളത്. ഓക്കെ, അപ്പൊ മാക്രോ എക്കണോമിക്സ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ബുക്സും കൂടെ ഒരുമിച്ചിട്ടാണ് ഞാൻ പോവാൻ നോക്കുന്നത്. അതായത് ഒരുമിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. ബിക്കോസ് നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം മാത്രമേ ഉള്ളൂ. ജസ്റ്റ് 1 വീക്ക് ആണ് നമ്മുടെ കയ്യിലുള്ളത്. സോ അതിന്റെ ഉള്ളിൽ നമുക്ക് എല്ലാം കവർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾക്ക് അത് സ്പീഡ് കൂടുതലായിട്ടോ അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിലോ ഡൗട്ട് ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഓൺ ദ സ്പോട്ട് നിങ്ങൾക്ക് ഓഡിയോ ഓൺ ആക്കിയിട്ട് സംസാരിക്കാം. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ മാം. ഓക്കെ, സ്ക്രീൻ വിസിബിൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ എടുക്കുന്നത് ഇൻട്രൊഡക്ഷൻ ആണ്. ഞാൻ ചോദിക്കട്ടെ, എന്താണ് എക്കണോമിക്സ്? എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? നിങ്ങളിപ്പോ 1 ഇയർ +1 നിങ്ങൾ പഠിച്ചു, ഒരു 1 ഇയർ പഠിച്ചു, +2 നിങ്ങൾ ഇപ്പൊ ഇയർ എൻഡ് ആവാൻ തുടങ്ങി, നിയർലി ലൈക്ക് 2 ഇയേഴ്സ്, റൈറ്റ്? എന്താണ് അപ്പോ എക്കണോമിക്സ്? എന്തെങ്കിലും ഒരു ഒറ്റ സെന്റൻസിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമെന്ന് വിചാരിക്കണു. എന്തെങ്കിലും പഠിച്ചത് വെച്ചിട്ട് എന്താണ് എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടാണ്? ആരെങ്കിലും ഉണ്ടോ? ടെക്സ്റ്റ് ചെയ്യാൻ, ചാറ്റിൽ വന്നിട്ട് സംസാരിക്കാം. എന്തെങ്കിലും അറിയുന്ന എന്തെങ്കിലും, എനിത്തിങ് അബൌട്ട് എക്കണോമിക്സ് ചാറ്റിൽ പറയാനോ. തെറ്റണമെങ്കിൽ തെറ്റിക്കോട്ടെ. 2 ഇയർ ആയി നമ്മൾ എക്കണോമിക്സ് പഠിക്കുന്നു ഈ മാർച്ചിലേക്ക്. അപ്പൊ എക്കണോമിക്സ് എന്താണെന്ന് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ സുഹൈലേ? സ്റ്റഡി ഓഫ് സോഷ്യൽ എക്കണോമി. യെസ്, ഗുഡ്. സോഷ്യലിനെയും എക്കണോമിനെയും കുറിച്ചിട്ട് പഠിക്കുന്നതാണ് എക്കണോമിക്സ്. ഓക്കെ, ഗുഡ് വൺ. എനി അതർ ഓപ്ഷൻ? എന്തെങ്കിലും വേറെ ഒപ്പീനിയൻ ഉണ്ടോ എക്കണോമിക്സിനെ കുറിച്ചിട്ട്? സുഹൈൽ ഒരു പോയിന്റ് പറഞ്ഞു, അത് കണക്ട് ചെയ്തിട്ട് ആർക്കെല്ലാം പറയാനുണ്ടോ? ടെക്സ്റ്റ് ചെയ്യൂ, തെറ്റണമെങ്കിൽ തെറ്റട്ടെ. ഐ എം എക്സ്പെക്ടിങ് ഫ്രം ഈച്ച് ആൻഡ് എവറി വൺ. പോരട്ടെ. തെറ്റണമെങ്കിൽ തെറ്റിക്കോട്ടെ. എന്താ അറിയുന്നുണ്ടെങ്കിൽ അത് പറയും, നമുക്കത് കണക്ട് ചെയ്യാം. എന്താണ് എക്കണോമിക്സ്? മലയാളത്തിൽ വേണമെങ്കിൽ പറയാം. മലയാളത്തിൽ ചാറ്റ് ചെയ്യുന്ന പോലെ ചാറ്റ് ചെയ്യും, പറയാം എന്താണ് എക്കണോമിക്സിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയാവുന്നത്. ഇംഗ്ലീഷ് തന്നെ വേണ്ടതില്ല. എന്താണ് അറിയാവുന്നത്? സ്റ്റഡി ഓഫ് വെൽത്ത് അനുപമ പറഞ്ഞിട്ടുണ്ട്. ഗുഡ്, നല്ലൊരു പോയിന്റ് ആണ്. സ്റ്റഡി ഓഫ് വെൽത്തിനെ കുറിച്ചിട്ട് പഠിക്കുന്ന ഒരു സ്റ്റഡിയാണ് എക്കണോമിക്സ് എന്ന് പഠിച്ചിട്ടുണ്ട്. അനുപമ. യാ, എനിവൺ എൽസ്? ആരെങ്കിലും ഉണ്ടോ? Five minutes, 3 minutes. മാർക്കറ്റ് ഗ്രോത്ത് എക്സെട്ര. യെസ്, മാർക്കറ്റ് ഗ്രോത്തിനെ കുറിച്ചിട്ട്. ഓക്കെ, സുഹൈൽ പിന്നെയും പറഞ്ഞിരിക്കുന്നു, അടുത്ത പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗുഡ്. ഇനി ആരെങ്കിലും ഉണ്ടോ പറയാൻ? അപർണ, എനി ഒപ്പീനിയൻ? ടെക്സ്റ്റ് ചെയ്താലും മതി. ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? 18 പേരുണ്ടല്ലോ. അക്ഷയ, അനീക് പറയൂ, എന്താണ്? ഗൗതം,
എന്താണ് എക്കണോമിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു നിങ്ങൾക്ക് എന്താ അറിയുന്നത് അതിനെ കുറിച്ചിട്ട് ജസ്റ്റ് അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അയാൾ കറക്റ്റ് ഡെഫിനിഷൻ പറഞ്ഞിട്ട് ചോദിക്കുന്ന ഒന്നുമില്ല. ജസ്റ്റ് വാട്ട് യു നോ അബൌട്ട് എക്കണോമിക്സ്. സ്റ്റഡി ഓഫ് സൊസൈറ്റി. യെസ്, സ്റ്റഡി ഓഫ് സൊസൈറ്റി എന്ന് പറയുന്നുണ്ട്. യെസ്, ഇറ്റ്സ് ഗുഡ്. എനി അതർ പോയിന്റ്സ്? എന്താ ആരും മിണ്ടുന്നില്ലല്ലോ? ശിവാനി പറയൂ, എന്താ ശിവാനി മിണ്ടാണ്ടിരിക്കുന്നേ? ഞാൻ ആ ഓരോരുത്തരെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത് വിചാരിച്ചിട്ട് ആരും ഇട്ടച്ച് പോകരുത് കേട്ടോ. അങ്ങനെ ഓൺലൈനിൽ അങ്ങനെ ഭയങ്കര ഒരു എളുപ്പ വഴിയുണ്ട്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ജസ്റ്റ് ഇങ്ങനെ ഓൺലൈനിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ അപ്പൊ നെറ്റ് ഇഷ്യൂ പോയി, നന്ദന ലെഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഷൈമ ഈസ് ടേണിംഗ് ഓൺ ഹെർ ഓഡിയോ. എനി ഒപ്പീനിയൻ ഉണ്ടോ? ഇല്ല. ഓക്കെ, സോ എന്താണ് എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചാൽ നമുക്ക് ഒരുപാട് ഒരു എന്താ പറയാ ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ട് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു സ്റ്റഡിയാണ്. സുഹേല പറഞ്ഞ മാതിരി അല്ലെങ്കിൽ നമ്മുടെ ആരാ പറഞ്ഞ അനുപമ പറഞ്ഞ മാതിരി ഇറ്റ് ഈസ് എ സ്റ്റഡി. എന്ന് കുറിച്ചിട്ടാണ് പറയുന്നത്. ഇറ്റ് ഈസ് ആക്ച്വലി ഇറ്റ് ഷോസ് ഹൗ പീപ്പിൾ ആൻഡ് നേഷൻസ്, അതായത് നമ്മുടെ നാട്ടുകാരും അല്ല മനുഷ്യന്മാരും നേഷനും എങ്ങനെയാണ് ഓരോ എക്കണോമിയിൽ സാധനങ്ങൾ ബൈ ചെയ്യുന്ന, സെൽ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന. ഓക്കെ, ആൻഡ് കൺസ്യൂം ഇൻ എ വേൾഡ് വേർ ദർ ഇസ് എ സ്കൈസിറ്റി. ഒരു സ്കൈസിറ്റി ഉണ്ടാകുന്ന ഒരു സ്ഥലത്ത് സ്റ്റഡി ഓഫ് സ്കൈസിറ്റി ആൻഡ് ഇറ്റ്സ് ഇംപ്ലിക്കേഷൻ. യെസ് ആൽഡ്രിൻ, ദിസ് ഇസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ ഇതാണ്. അപ്പൊ ഓരോരുത്തരായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അപ്പൊ 1, 2, 3, 4 പേരായിട്ട് ഇപ്പൊ മുന്നോട്ട് വന്നിരിക്കുന്നു. ബാക്കി പേരിനെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. ഗുഡ് 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 വർക്ക്. ഓക്കെ, അപ്പോ സ്കൈസിറ്റിയെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റഡീസ് ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്കണോമിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ, എങ്ങനെയാണ് ആൾക്കാര് ഒരു അല്ലെങ്കിൽ ഒരു നേഷൻ ഓരോ സാധനങ്ങളും മേടിക്കുന്ന, വിൽക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന. ഓക്കെ, ബൈ, സെൽസ്, പ്രൊഡ്യൂസ്. എവിടെ, എങ്ങനത്തെ ഒരു സിറ്റിയിൽ, എങ്ങനത്തെ ഒരു സ്ഥലത്ത് അവർ ഉദ്ദേശിക്കുന്നത് സ്കൈസിറ്റി ഉണ്ടാകുന്നു. സ്കൈസിറ്റി എന്താ പറയാ, ഉള്ള റിസോഴ്സസ് വെച്ചിട്ട് കുറച്ച് ദാരിദ്ര്യം പിടിച്ചതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഓക്കെ, ഉള്ളത് വെച്ചിട്ട് എങ്ങനെയാണ് ഓരോ സാധനങ്ങളും ആൾക്കാർ ഉണ്ടാക്കുന്നത്, വിൽക്കുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുന്നത്. ഇതിനാണ് ജസ്റ്റ് ഒരു ബ്രീഫ് സ്റ്റഡിയാണ് എന്ത് പറയുന്നത് എക്കണോമിക്സ് എന്ന് പറയുന്നുണ്ടെങ്കിൽ. ഓക്കെ, സ്ട്രേറ്റ്ലി നമുക്ക് പറയാം എക്കണോമിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് സ്കൈസിറ്റി. ഓക്കെ, സ്കൈസിറ്റിനെ കുറിച്ചിട്ട് പഠിക്കുന്ന ഒരു സ്റ്റഡീസിനാണ് എന്ത് പറയുന്നത് എക്കണോമിക്സ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയണത്? മനസ്സിലാവുന്നുണ്ട്. സ്പീഡ് കൂടുതലുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയാട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ചാപ്റ്റർ 1 പറയുന്നത് ഇൻട്രൊഡക്ഷൻ പറയുന്നുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്ത് എക്കണോമിക്സ് എന്താന്നല്ല പറയുന്നത്, ഒരു സൊസൈറ്റിയിലെ പീപ്പിൾ ഇൻ സൊസൈറ്റി നീഡ്സ് മെനി ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ദയർ എവറി ഡേ ലൈഫ്. അല്ലെ, നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസങ്ങളിലും നമുക്ക് ഒരുപാട് സാധനങ്ങൾ വേണം, ഒരുപാട് സേവനങ്ങൾ വേണം. ഗുഡ്സ് ആൻഡ് സർവീസസ് എന്താ, സാധനങ്ങളും സേവനങ്ങളും വേണം. അല്ലെ, പിന്നെ ഇനി എന്താ ലൈക്ക് പിന്നെ എന്തൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന ഡെയിലി ലൈഫിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് പറയാൻ പറ്റും? എന്തെങ്കിലും എക്സാമ്പിൾ പറയാൻ പറ്റും? എന്തൊക്കെയാണ് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെ എന്തൊക്കെ സർവീസസ്, എന്തൊക്കെ സാധനങ്ങളാണ് ഡെയിലി നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്, അല്ലെങ്കിൽ സർവീസസ് എന്തൊക്കെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് പറയാൻ പറ്റും നിങ്ങൾക്ക്? ലൈക്ക് ഫുഡ് നമുക്ക് പറയാം, ക്ലോത്തിങ് പറയാം, ഷെൽട്ടർ, ട്രാൻസ്പോർട്ടേഷൻ. അല്ലെ, ഇതൊക്കെ നമ്മൾ ഡെയിലി എന്ത് ചെയ്യുന്നത് നമ്മുടെ നീഡ്സ് ആണ്, നീഡ്സ് ആൻഡ് വാണ്ട്സ് ആണ്. അല്ലെ, ഗുഡ്സും സർവീസസും. ഓക്കെ, പക്ഷെ നമുക്ക് എല്ലാതും, നമുക്ക് വേണ്ട എല്ലാതും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അല്ലെ, നമ്മളൊരു പെർട്ടിക്കുലർ കോൺട്രിബ്യൂഷൻ ആയിരിക്കും ഒരു ഇക്കണോമിയിലേക്ക് ചെയ്യുന്നത്. എവറി ഇൻഡിവിജ്വൽ ഹാസ് സം എമൗണ്ട്, ഓൺലി എ ഫ്യൂ ഓഫ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് യു വുഡ് ലൈക്ക് ടു യൂസ്. അതായത് ഒരാൾ ഉപയോഗിക്കാൻ എന്താ പറയാ ഇഷ്ടപ്പെടുന്ന എല്ലാ സാധനങ്ങളും അയാളുടെ കയ്യിൽ ഉണ്ടായെന്ന് വരില്ല. ഓക്കെ, സത്യമല്ല ഞാൻ പറയുന്നത്? നമുക്ക് എല്ലാ സാധനങ്ങളും വേണം, അതെല്ലാം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, അത് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? ഇല്ല. സോ വി വിൽ ഡിപ്പെൻഡ് ഈച്ച് അതർ. റൈറ്റ്? കറക്റ്റ് ആണോ ഞാൻ പറയുന്നത്? യെസ് ഓർ നോ? യെസ്. യെസ്. എനി ആർഗ്യുമെന്റ്സ്? ലൈക്ക് ഒരു 2 സെക്കൻഡ് ഒപ്പീനിയൻ ഉണ്ടോ ആർക്കെങ്കിലും? ഉണ്ടോ? എനിക്ക് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതെല്ലാം അല്ലെങ്കിൽ എനിക്ക് ആവശ്യമുള്ളതെല്ലാം എനിക്ക് എന്താ പറയാ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും? ഇല്ല. ലൈക്ക് എവറി ഹ്യൂമൻസ് അല്ലെങ്കിൽ ഓരോരുത്തരും ഓരോ എന്താ ഒരു ഇക്കണോമിയിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡന്റ് ആണ്. അല്ലെ? സോ ദിസ് ഇസ് ജസ്റ്റ് ഹൗ ദ ഇക്കണോമി വർക്ക്സ്, റൈറ്റ്? സോ ഇനി രണ്ടാമത്തെ ഞാൻ പറയുന്നത് എവറി ഇൻഡിവിജ്വൽ, സെക്കൻഡ് പാരഗ്രാഫ്, എവറി ഇൻഡിവിജ്വൽ ഇൻ സൊസൈറ്റീസ് ഈസ് എൻഗേജ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് സം ഗുഡ്സ് ഓർ സർവീസസ് and she wants a combination of goods and services, not all which she are produced by her.
നമ്മൾ ഉണ്ടാക്കുന്നത് ഉപരി അതിനപ്പുറം നമുക്ക് എന്ത് നമ്മൾ പല കാര്യങ്ങളിൽ നമ്മൾ ചിലപ്പോൾ ഒരു പ്രൊഡക്ഷനോ അല്ല ഗുഡ്സോ സർവീസസിൽ എൻഗേജ്ഡ് ആയിരിക്കും. പക്ഷെ അത് മാത്രമല്ല, വി നീഡ് എ കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ദാറ്റ് വി നീഡ്സ്, റൈറ്റ്? നമുക്ക് എന്താ പറയാ, നമ്മള് ആവശ്യമുള്ള സാധനങ്ങളല്ലാണ്ട് പുറമെ നമുക്ക് പല സാധനങ്ങളും ആവശ്യം ഉണ്ടായിരിക്കും. അതെല്ലാം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്താൻ പറ്റിയെന്ന് വരില്ല. ദിസ് ഇസ് വാട്ട് ദി ഇൻട്രൊഡക്ഷൻ ഇസ്. ഒന്നുമില്ല, ചുരുക്കി പറയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. വി ആർ ഇന്റർ ഡിപ്പെൻഡന്റ് ഫോർ ഈച്ച് അതർ. ഓക്കെ, നമ്മൾ കുറെ സർവീസസിനെയും നമ്മൾ കുറെ ഗുഡ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡേ ടു ഡേ ലൈഫിൽ എന്ത് ചെയ്യുന്നു, ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, ദിസ് ഇസ് വാട്ട് ഇസ് ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ഓക്കെ മാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ആർക്കെങ്കിലും ടെക്സ്റ്റ് ചെയ്യണമെങ്കിൽ മെസ്സേജ് ചെയ്യണമെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് പഠിക്കുന്ന ടോപ്പിക് ഒന്നും എത്തിയിട്ടില്ല. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഞാൻ കവർ ചെയ്തിട്ടുള്ളൂ. ഇനി സെൻട്രൽ പ്രോബ്ലംസ്, നെക്സ്റ്റ് ടോപ്പിക് ആണ് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ ഇക്കണോമി. എന്താണ് ഒരു ഇക്കണോമിയിലെ സെൻട്രൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ? എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മൾ ഒരു ഇക്കണോമി ഫേസ് ചെയ്യുന്നത്? ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ എന്ത്, നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, അല്ലേ? അതൊരു നമ്മളൊരു പ്രശ്നങ്ങളായിട്ട് പറഞ്ഞു. അപ്പൊ ദിസ് ഇസ് ഹൗ ദ ഇക്കണോമി വർക്ക്സ്, റൈറ്റ്? സോ 3 പ്രോബ്ലം ആണ് നിങ്ങളുടെ ഇക്കണോമിക്സ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. വാട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റി? വാട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് വാട്ട് ക്വാണ്ടിറ്റി? അതിന്റെ അർത്ഥം എന്താ? എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, എത്ര ക്വാണ്ടിറ്റിയിലാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അല്ലെ? ഇപ്പൊ നമ്മളടുത്ത് പറയാണ് ഓക്കെ 100 ബാഗ്സ് വേണം, പക്ഷെ നമുക്കറിയില്ല എന്ത്, ഈ ടോട്ടൽ ഇക്കണോമിയുടെ ആവശ്യം 100 ബാഗ്സ് ആണോ എന്നുള്ളത് നമുക്കറിയില്ല. എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എത്ര ക്വാണ്ടിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യണം? ദാറ്റ് ഇസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ്, ഹൗ ആർ ദീസ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ്? എങ്ങനെയാണ് ഈ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ ഹൂം ആർ ദീസ് ഗുഡ്സ് പ്രൊഡ്യൂസ്? ആർക്കാണ് ഈ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അപ്പൊ 3 ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ സെൻട്രൽ പ്രോബ്ലം ഓഫ് എക്കണോമി. ഒരു ഇക്കണോമിയിലുള്ള സെൻട്രൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത് നമ്മൾ 3 ആയിട്ടാണ് ഷോ ചെയ്യുന്നത്. ഒന്ന് പറയുന്നത് എന്താണ്, വാട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് വാട്ട് ക്വാണ്ടിറ്റി? എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എത്ര ക്വാണ്ടിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യണം? ഓക്കെ, ഹൗ ആർ ദിസ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ്? എങ്ങനെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഫോർ ഹൂം ആർ ദിസ് ഗുഡ്സ് പ്രൊഡ്യൂസ്? ആർക്ക് വേണ്ടിയിട്ടാണ്? മനസ്സിലായോ? ദിസ് ഇസ് ദ 3 ക്വസ്റ്റ്യൻസ്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടം വരെ ഓക്കെ ആണോ? ഇവിടം വരെ ഓക്കെ ആണോ? മാം ഓക്കെ ആണ്. എനി ക്വസ്റ്റ്യൻസ് ആർക്കെങ്കിലും ഉണ്ടോ? ചാറ്റിൽ വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. ഒന്ന് വായിച്ചു നോക്കി നോക്ക്. വാട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റി? ആ 3 ക്വസ്റ്റ്യന്റെ താഴെ എഴുതിയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്ക്. ഓക്കെ ആണെങ്കിൽ ഒരു തംസ് അപ്പ് ഇടാം ചാറ്റില്. അയാൾ ഓക്കെ ആണെന്ന് പറയാം. സോറി. ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറയാം. വായിച്ചു നോക്കിയോ എല്ലാവരും? യാ, അനുപമ ഓക്കെ. യെസ്, ആൽഡ്രിൻ ഓക്കെ. യാ, അപ്പോ ഇവിടെ വരെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് the location of scarce resources and the distribution of the final goods and services are the central problems of any economy. ആ റെഡിൽ ഞാൻ കണ്ടു. അനിക്, യെസ് താങ്ക്സ്. അനിക് ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അനിക് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. നല്ല കുട്ടി. ഓക്കെ, അപ്പൊ ഇവിടെ റെഡ് ആയിട്ടുള്ള ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. The location of scarce resource and the distribution of the final goods and services are the central problems of economy. അപ്പൊ അതാണ് നമ്മുടെ നിങ്ങൾക്ക് ഇത് വൺ വേർഡിലൊക്കെ ചോദിക്കാം കേട്ടോ. അതായത് എന്തൊക്കെയാണ് നിങ്ങളുടെ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എക്കണോമി എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ലൊക്കേഷൻ ഓഫ് സ്കൈസ് റിസോഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫൈനൽ ഗുഡ്സ്, ദീസ് ആർ ദ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എക്കണോമി എന്നുള്ളത് നമുക്ക് ആ റെഡ് ഒന്ന് നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചേക്ക് കേട്ടോ. ഓക്കെ, സോ ഇതാണ് അതിന്റെ ഒരു ജസ്റ്റ് ഒരു സമ്മറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്. ഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 2 തരത്തിൽ പറയുന്നുണ്ട്. ഒന്ന് സെൻട്രലി പ്ലാൻഡ് എക്കണോമി, ഒന്ന് മാർക്കറ്റ് എക്കണോമി. എന്താണ് സെൻട്രലി പ്ലാൻഡ് എക്കണോമി? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് സെൻട്രലി പ്ലാൻഡ് എക്കണോമി? എനി ഐഡിയ? ഒന്നുമില്ല. സെൻട്രലി പ്ലാൻഡ് എക്കണോമി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് തീരുമാനിക്കുന്ന കാര്യങ്ങൾ എക്കണോമിയിൽ നടത്തുക. അതായത് ഒരു എക്കണോമിയോ ഇപ്പൊ ഒരു സ്ഥലത്ത് ഗവൺമെന്റ് എന്താണോ തീരുമാനിക്കുന്നത്
അത് എന്ത് ചെയ്യുക, നടപ്പിലാക്കുക. ദാറ്റ് ഇസ് വാട്ട് ഇറ്റ് ഈസ് കോൾഡ് ആസ് സെൻട്രലി പ്ലാൻഡ് ഇക്കണോമി. മനസ്സിലാവുണ്ടാവും. മാർക്കറ്റ് എക്കണോമി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, മാർക്കറ്റിന്റെ ഉള്ളിലുള്ള ആൾക്കാർ സെല്ലേഴ്സ് ഡിസൈഡ് ചെയ്യുന്ന പ്രൈസിൽ നമ്മൾ കാര്യങ്ങൾ നടത്തുക. ദാറ്റ് ഇസ് മാർക്കറ്റ് എക്കണോമി. സിമ്പിൾ. ഓക്കെ. അപ്പൊ എന്താണ്, നമ്മൾ ഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് സെൻട്രലി പ്ലാൻഡ് എക്കണോമി, ഒന്ന് മാർക്കറ്റ് എക്കണോമി. സെൻട്രലി പ്ലാൻഡ് എക്കണോമിയിൽ ഒന്നുമില്ല, ഗവൺമെന്റ് തീരുമാനിക്കുന്നു എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്, എന്തൊക്കെ ഇപ്പൊ ലൈക്ക് എന്തൊക്കെ പ്രൈസസ് വേണം, എന്തൊക്കെ കാര്യങ്ങൾ നടപ്പിലാക്കണം. ഓക്കെ, ദിസ് ഇസ് ഹൗ ദ ഡിസിഷൻ ഇസ് ടുക്ക് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ്. നമുക്ക് പലതരത്തിലുള്ള ഗവൺമെന്റ്സ് ഉണ്ട്. അപ്പൊ സെൻട്രലി പ്ലാൻഡ് എക്കണോമി വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ്. ഇനി മാർക്കറ്റ് എക്കണോമി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, മാർക്കറ്റിൽ ഉള്ള ആൾക്കാർ ലൈക്ക് സെല്ലേഴ്സ് അവർ ഡിസൈഡ് ചെയ്യുന്ന, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തിട്ട് ഒരു മാർജിൻ ഫിക്സ് ചെയ്തിട്ട് ദിസ് ഇസ് ഹൗ ദ സെല്ലിംഗ് പ്രൈസസ് എന്ന് പറഞ്ഞ് ഫിക്സ് ചെയ്യുന്നു. ഓക്കെ, ദിസ് ഇസ് ദ മാർക്കറ്റ് എക്കണോമി. ഓക്കെ ആണോ? ഓക്കെ ആണോ? യെസ് ഓർ നോ? ഓക്കെ. ജോപിത, ആര്യ, ഷൈമ, യെസ്. ഓക്കെ, സിമ്പിൾ അല്ലേ, വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ, സിമ്പിൾ ആയിട്ട് പോകണില്ലേ കാര്യങ്ങള്, വലിയ ഇതൊന്നും ഇല്ലല്ലോ, പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, ഇവിടെ വരെ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് നിങ്ങൾക്കൊരു ലൈക്ക് എന്താ പറയാ 2 മാർക്സിനൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം. പോസിറ്റീവ് ആൻഡ് നോർമാറ്റീവ് ഇക്കണോമിക്സ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പോസിറ്റീവ് ഇക്കണോമിക്സ് ആൻഡ് നോർമാറ്റീവ് ഇക്കണോമിക്സ് എന്നുള്ളത് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട് പറഞ്ഞു, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ, സിമ്പിൾ. യെസ് പറഞ്ഞോ? അത്രേ ഉള്ളൂ. ഇല്ല. കുറച്ച് പേരുണ്ടെന്ന് പറയുന്നുണ്ട്, കുറച്ച് പേര് ഇല്ല എന്ന് പറയുന്നുണ്ട്. ഇറ്റ്സ് ഫൈൻ, ഒന്നുമില്ല. ചിലപ്പോ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ എക്സ്പെക്ട് ചെയ്യാം ഈ ഭാഗത്ത് നിന്ന്. ഓക്കെ, പോസിറ്റീവ് ആൻഡ് നോർമാറ്റീവ് ഇക്കണോമിക്സ് ഒന്നുമില്ല. അതായത് പോസിറ്റീവ് ഇക്കണോമിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് എന്താ പറയാ, കുറച്ച് ഡാറ്റകളെയും ഫാക്ട്സിനൊക്കെ വെച്ചിട്ട് നമ്മളൊരു കാര്യം എടുക്കുക, ഡാറ്റ എടുക്കുക. അപ്പൊ സെൻസസ് എടുക്കാണ്, ഡാറ്റ അങ്ങനത്തെ ഒക്കെ ഫിഗേഴ്സ് അല്ല വെച്ചിട്ടുണ്ടെങ്കിൽ ഫാക്ട്സ് വെച്ചിട്ട് നമ്മള് ഒരു എക്കണോമിയുടെ കാര്യങ്ങൾ കൗണ്ട് ചെയ്യാണ്, അല്ല വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അസംപ്ഷനിൽ വരികയാണ്. അതിനാണ് എന്ത് പറയുന്നത്, പോസിറ്റീവ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോർമാറ്റീവ് ഇക്കണോമിക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒപ്പീനിയൻസും ജഡ്ജ്മെന്റ്സും വെച്ചിട്ട്, അതായത് ചിലർ പറയുന്ന ജഡ്ജ്മെന്റ്സ്, ചിലർ പറയുന്ന ഒപ്പീനിയൻസ്, ഓക്കെ, അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഇൻഫോർമേഷൻ ഗെയിൻ ചെയ്തെടുക്കണം. അതിനാണ് നോർമാറ്റീവ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പൊ പോസിറ്റീവ് എക്കണോമിക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഡാറ്റ അല്ലെങ്കിൽ ഫിഗേഴ്സ് വെച്ചിട്ട് പണ്ടത്തെ കാര്യങ്ങൾ അല്ല വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട്. നോർമാറ്റീവ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ലൈക്ക് പ്രഡിക്ഷൻസ്, ലൈക്ക് ആവാം ആവാതിരിക്കാം അല്ലെ, മഴ പെയ്യാം മഴ പെയ്യാതിരിക്കാം അല്ലെ. ഒപ്പീനിയൻസ് ഓ ജഡ്ജ്മെന്റ്സ്, ഒപ്പീനിയൻസ് ആയിരിക്കാം, ജഡ്ജ്മെന്റ് ആയിരിക്കാം, അത് ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഡാറ്റയല്ല. ദാറ്റ് ഈസ് വാട്ട് വി കോൾഡ് ആസ് നോർമാറ്റീവ് ഇക്കണോമിക്സ്. മനസ്സിലായോ? കോർ വേരിയേഷൻ മനസ്സിലായോ നിങ്ങൾക്ക്? എന്താണ് പോസിറ്റീവ് ഇക്കണോമിക്സും നോർമാറ്റീവ് ഇക്കണോമിക്സും? മനസ്സിലാവുന്നുണ്ടോ കാര്യങ്ങള് പറയുന്നത്? ഓക്കെ ആണോ? പറയൂ. യെസ് ഓർ നോ? ഓക്കെ, യെസ് ക്ലിയർ. ഓക്കെ, ആർക്കും ഡൗട്ട് ഒന്നുമില്ലേ? ശരിടാ, ഞാൻ വിചാരിച്ച എന്റെ സംസാരമൊക്കെ കേട്ടിട്ട് ഇനി ആർക്കെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടാവും ഇങ്ങനെ പറയണത് കേട്ടിട്ട്. ആർക്കും ഇല്ല. ഓക്കെ, അപ്പൊ ദിസ് ഈസ് കോർ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ പറയുന്നത് ഇതാണ്. എന്താണോ ഡാറ്റയും ഫാക്ട്സിനും വെച്ചിട്ട് നമ്മൾ ഒരു ഫിഗർ ഔട്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളെ പോസിറ്റീവ് ഇക്കണോമിക്സ് എന്നും, എന്തെങ്കിലും ജഡ്ജ്മെന്റ്സിനെയോ ഒപ്പീനിയൻസിനെയോ വെച്ച് നമ്മൾ ഒരു കാര്യം ഗെയിൻ ചെയ്യാനാണ് നോർമാറ്റീവ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. അതല്ലാണ്ട് ഞാൻ 2 പോയിന്റും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് സ്റ്റഡീസ് വാട്ട് ആക്ച്വലി ഈസ്. പോസിറ്റീവ് ഇക്കണോമിക്സിൽ എന്താണോ ആ കാര്യം അതിനെ കുറിച്ചിട്ട് തന്നെയാണ് പഠിക്കുന്നത്. ഇപ്പൊ നോർമാറ്റീവിൽ വരുമ്പോ എന്താവാം അല്ലെ, എന്താവാം ഫ്യൂച്ചറിലെ കാര്യങ്ങളായിരിക്കും. ഓക്കെ, എന്താവാം, അതിങ്ങനെ ആയിക്കൂടാതില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ അസംപ്ഷൻ ചെയ്യാണ് അതില്. ഇനി പോസിറ്റീവിൽ പിന്നെ പറയുന്നത് കാൻ ബി വെരിഫൈഡ് വിത്ത് റിയൽ വേൾഡ് ഡാറ്റ. ഞാൻ പറഞ്ഞു പോസിറ്റീവ് എന്ന് പറയുമ്പോൾ അത് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ നോക്കുന്നത്. അതിൽ നമുക്ക് വെരിഫൈഡ് ആണ്. ഓക്കെ, നമ്മുടെ ഡാറ്റ വെച്ചിട്ട് നമ്മൾ വെരിഫൈഡ് ആണ്. നോർമാറ്റീവ് വെച്ചാൽ വെരിഫൈ ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ്സ് ജസ്റ്റ് ആൻ അസംപ്ഷൻ. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒരു എസ്യൂം ചെയ്യാണ്. അപ്പൊ നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല, വെരിഫൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ദീസ് ആർ ദ 3 points for the positive economics and normative economics. ഓക്കെ ആണോ? ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എന്തെങ്കിലും ഡൗട്ട്സ് മറ്റോ ഉണ്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ജസ്റ്റ് 3 seconds, 4 seconds.
അത്രേ ഉള്ളൂ. ഉണ്ടെങ്കിൽ ചോദിച്ചോ, അല്ലെങ്കിൽ ഇനി ഒന്നും കൂടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആണെങ്കിൽ അതും ചെയ്യാം, അങ്ങനെ ചെയ്യാം കേട്ടോ. ഓക്കെ ആണോ? നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഇവിടെ വരെ ഓക്കെ അല്ലേ? ആരും റിപ്ലൈ ഒന്നും തരുന്നില്ലല്ലോ, ഒന്ന് വായിച്ചു നോക്കി നോക്ക്. യെസ്, ഓ റിപ്ലൈ ഒക്കെ ഭയങ്കര എനർജറ്റിക് ആയിട്ട് പോകാൻ തുടങ്ങിയല്ലോ എല്ലാവരും. നല്ല ടീം വർക്ക് ആണല്ലോ. യെസ്, ഓൾമോസ്റ്റ് എല്ലാവരും ഇപ്പൊ റിപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലേ? മെസ്സേജ് ആയതുകൊണ്ട് പിന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഓക്കെ, യെസ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മൂവ് ചെയ്യേണ്ട ടോപ്പിക് ഈ ലെസണിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ഇൻട്രൊഡക്ഷനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും എക്സാമിനൊക്കെ വരുന്നത് കണ്ടിട്ടുള്ള ഒരു എന്താ ടോപ്പിക്കാണ് മൈക്രോ എക്കണോമിക്സ് മാക്രോ എക്കണോമിക്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇത് ആക്ച്വലി ഞാൻ +2 പഠിക്കുന്ന സമയത്ത് നമുക്കൊരു മിസ് ഉണ്ടായിരുന്നു, ഷൈജി എന്നായിരുന്നു ആ മിസ്സിന്റെ പേര് കേട്ടോ. ഞാൻ ഇപ്പോഴും പറയും, ആ മിസ് ഇവിടെ വാല്യുവേഷൻ ഒക്കെ പോയായിരുന്നു. നിങ്ങളുടെ വാല്യുവേഷൻ ഇവിടെ തൃശ്ശൂരൊക്കെ ആളാണ് ചെയ്യുന്നത്. ആള് ഒരു ഇതായിട്ട് പോകാറുണ്ട്, വാല്യുവേഷൻ ഒക്കെ പോകാറുണ്ട് എക്സാമിന്. ഞാൻ ആ മിസ്സിന്റെ അടുത്ത് ഈ ലെസണിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞ ടോപ്പിക്കാണ് ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് മാക്രോ എക്കണോമിക്സ് ആൻഡ് മൈക്രോ എക്കണോമിക്സ്. ഓക്കെ, അതിന്റെ ഡിഫറൻസ് ആണ് സാധാരണ എക്സാമിന് ചോദിച്ച് കാണാറുള്ളത് എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പൊ ഞാനിങ്ങനെ ജസ്റ്റ് നെറ്റിലൊക്കെ നോക്കി ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അധികം ഒന്നും ഇല്ല, അപ്പോ ജസ്റ്റ് ഒരു ഡിഫറൻസിയേഷൻ ഞാനൊന്ന് 2 ബോക്സിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു NB ഇട്ട് വെക്കാം, അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് ആണെന്നുള്ള നോട്ട് നിങ്ങൾക്ക് എഴുതി വെക്കാം കേട്ടോ. ഞാൻ ലേറ്റർ ഈ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഡോക്യുമെന്റ് ഷെയർ ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? പറയൂ. ഓക്കെ, അപ്പൊ എക്കണോമിക്സിനെ നമ്മൾ രണ്ടായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് പോലെ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. ലൈക്ക് 4 മാർക്സിന് 2 മാർക്സിനൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കുറച്ചും കൂടി ഇലോബറേറ്റ് ചെയ്ത് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ക്രോമിലൊക്കെ നോക്കി ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് ചെയ്യാം. ഇതിപ്പോ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് നല്ലതായിട്ട് തോന്നിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളതാണ്. ഓക്കെ, മൈക്രോ എക്കണോമിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റഡീസ് ഇൻഡിവിജ്വൽ ഇൻകം. ഒരു ഇൻഡിവിജ്വലിന്റെ ഒരാളുടെ ഇൻകം അല്ലെങ്കിൽ ഒരാളുടെ മാത്രം വരുമാനത്തിനെ കുറിച്ചിട്ട് ഇക്കണോമി ഒരു മനുഷ്യൻ, ഓക്കെ, ഒരു പെർട്ടിക്കുലർ ഒരാള് അയാൾ എങ്ങനെയൊക്കെയാണ് ഒരു ഇക്കണോമിയിലെ അയാളുടെ ഇൻകം അതിനെ കുറിച്ചിട്ട് പഠിക്കുന്നതാണ് മൈക്രോ എക്കണോമിക്സ്. ഓക്കെ, മാക്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് സ്റ്റഡീസ് എ നാഷണൽ ഇൻകം, അതായത് രാജ്യത്തിന്റെ മൊത്തം വരുമാനം. ഇറ്റ്സ് ലൈക്ക് എ ഗ്രൂപ്പ്. ഓക്കെ, ഒരു ഗ്രൂപ്പ് ഓഫ് എക്കണോമിനെ പഠിക്കുന്നതാണ് മാക്രോ. മൈക്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നാരോ ചെറിയ ഒരാളാണ്, ഒരു പെർട്ടിക്കുലർ ഒരാളിനെ കുറിച്ചിട്ട് പഠിക്കുന്നതിനാണ് മൈക്രോ എക്കണോമിക്സ് വരുന്നത്. ഫസ്റ്റ് പോയിന്റ് അതാണ്. രണ്ടാമത്തെ മൈക്രോ എക്കണോമിക്സിൽ പറയുന്നത് അനലൈസസ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ലേബർ. ലേബറിന്റെ ഡിമാൻഡ് സപ്ലൈ അനലൈസ് ചെയ്യുന്നു. ഓക്കെ, മറ്റേതിൽ പറയുന്നത് അനലൈസസ് ടോട്ടൽ എംപ്ലോയ്മെന്റ് ഇൻ ദ എക്കണോമി അല്ലെങ്കിൽ സൊസൈറ്റി. അതായത് നമുക്ക് കുറച്ചുകൂടെ ഇതായിട്ട് പറയാം, മൈക്രോ എക്കണോമിക്സ് കുറച്ചും കൂടെ ചെറിയ ടേം ആണ്, അതായത് നാരോ ആണ്. മാക്രോ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ വൈഡ് ആയിട്ടുള്ള ടേം ആണ്. ഓക്കെ, വൈഡ് ആയിട്ട് കുറച്ചും കൂടെ വലുതാണ്. ഓക്കെ, വലിയ കാര്യങ്ങൾ, വലിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിനെ കുറിച്ചിട്ട് അതാണ് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് ഡീൽസ് വിത്ത് ഹൗസ് ഹോൾഡ്സ് ആൻഡ് ഫേം ഡിസിഷൻ. അതായത് ഹൗസ് ഹോൾഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പീപ്പിളിനെ തന്നെയാണ് കേട്ടോ, അതായത് സൊസൈറ്റിയിലെ ഒരു പെർട്ടിക്കുലർ ആൾക്കാരാണ്. ആൻഡ് ഫേം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഫാക്ടറി, ഫേംസ്, FIRM. ഓക്കെ, അവരുടെ ഡിസിഷനെ ഡീൽ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ പറയുന്നത് മാക്രോയില് പറയുന്നത് ഡീൽസ് വിത്ത് അഗ്രഗേറ്റ് ഡിസിഷൻ, വോൾ ആയിട്ടുള്ള ആൾക്കാരുടെ ഡിസിഷനെ കുറിച്ചിട്ടാണ് മാക്രോ എക്കണോമിക്സിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് സ്റ്റഡീസ് ഇൻഡിവിജ്വൽ പ്രൈസസ്. ഓരോരുത്തരും ഇവിടെ എല്ലാം ഇൻഡിവിജ്വൽ ആയിരിക്കും, മൈക്രോയിലെല്ലാം ഇൻഡിവിജ്വൽ ആയിരിക്കും, മാക്രോയിലെല്ലാം വോൾ അല്ലെങ്കിൽ അഗ്രഗേറ്റ് ആയിരിക്കും. അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. സ്റ്റഡി ഇൻഡിവിജ്വൽ പ്രൈസസ്, മറ്റൊരു ഓവറോൾ പ്രൈസ് ലെവൽ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് അനലൈസസ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ഗുഡ്സ്, അനലൈസസ് അഗ്രഗേറ്റ് ഡിമാൻഡ് ഓഫ് ഗുഡ്സ് ആൻഡ് സപ്ലൈ. ഓക്കെ, അപ്പോ
ഇവിടെ നിങ്ങൾക്ക് എന്താ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ മനസ്സിലായത്, ഈ മൈക്രോ എക്കണോമിക്സിലെ കുറച്ചൊരു ഇൻഡിവിജ്വലിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ പെർട്ടിക്കുലർ സ്മോൾ ഗ്രൂപ്പിനെ കുറിച്ചിട്ടായിരിക്കും പറയുന്നുണ്ടായിരിക്കാം. മാക്രോയിൽ വരുമ്പോൾ എന്താ കുറച്ചും കൂടെ വൈഡർ ടേംസ് നേഷനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഓവറോൾ സ്റ്റഡീനെ കുറിച്ചിട്ടാണ് മാക്രോ എക്കണോമിക്സിൽ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് ഇൻകത്തിനെ കുറിച്ചിട്ട് പറഞ്ഞു, പിന്നെ ലേബറിന്റെ സപ്ലൈ ആൻഡ് ഡിമാൻഡിനെ കുറിച്ചിട്ട് പറഞ്ഞു, മൂന്നാമത്തെ ഹൗസ് ഹോൾഡ് ഡിസിഷൻ മേക്കിംഗ്, ഹൗസ് ഹോൾഡ്സിന്റെയും ഫേംസിന്റെയും ഡിസിഷൻ മേക്സിനെ കുറിച്ചിട്ട് പറഞ്ഞു. നാലാമത്തെ പോയിന്റ് എന്ത് പ്രൈസസിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ എന്ത് പറഞ്ഞു ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഓക്കെ, അപ്പോ ചുരുക്കി പറയാണെന്നുവെച്ചാൽ ഡിമാൻഡ് ഓഫ് ഗുഡ്സ്, ഈ രണ്ടാമത്തെ പോയിന്റും നാലാമത്തെ പോയിന്റും നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിക്കാം അല്ലെ. രണ്ടാമത്തെ പോയിന്റിലെ അനലൈസിസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ലേബറും അനലൈസിസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ഗുഡ്സും. അപ്പൊ അത് രണ്ടും കണക്ട് ചെയ്താൽ തന്നെ 2 പോയിന്റ്സ് കിട്ടിയോ? യെസ് പറഞ്ഞോ? ഓക്കെ ആണോ? അപ്പൊ 2 പോയിന്റ് നമുക്ക് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ലേബറും ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ഗുഡ്സും. അപ്പൊ തന്നെ 2 പോയിന്റ് കിട്ടി. ഇനി പിന്നെ പറയുന്നത് എന്താ, ഇൻഡിവിജ്വൽ പ്രൈസസിനെ കുറിച്ച് പഠിക്കുന്നു, ഇൻഡിവിജ്വൽ ഇൻകത്തിനെ കുറിച്ച് പഠിക്കുന്നു. അപ്പൊ അത് രണ്ടും കൂടെ, ഒന്ന് ഇൻകത്തിനെ കുറിച്ചിട്ട് ഒന്ന് പ്രൈസസിനെ കുറിച്ചിട്ട്. അപ്പൊ നിങ്ങൾക്ക് 3ഉം 4ഉം പോയിന്റ് കിട്ടിയോ? അതും രണ്ടും ഇന്റർ കണക്റ്റഡ് അല്ലേ? പിന്നെ പറയുന്നത് ഡീൽസ് വിത്ത് ഹൗസ് ഹോൾഡ്സ് ആൻഡ് ഫേം ഡിസിഷൻ. ഒരൊറ്റ പോയിന്റ് മാത്രം നോക്കിയാൽ മതി. അപ്പൊ 5 പോയിന്റ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഇന്റർ കണക്റ്റഡ് ആയിട്ട് എഴുതാം. ഓക്കെ, സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം. മനസ്സിലാവുന്നുണ്ടോ പറയണത്? ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ? യെസ്. അപ്പൊ ഒന്ന് പറഞ്ഞു നോക്കിയാ, അല്ലെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാ നിങ്ങൾക്ക് മനസ്സിലായത്. ജസ്റ്റ് തെറ്റണങ്ങ തെറ്റട്ടെ. നമ്മളിങ്ങനെ എഴുതുമ്പോഴോ അല്ലെങ്കിൽ പഠിക്കുമ്പോഴോ കുറച്ചും കൂടെ നമുക്ക് എന്താവും, കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ബൈ ഹേർട്ട് ആവാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കി. ഇപ്പൊ എന്താണ് മനസ്സിലായി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കി, ജസ്റ്റ് മെസ്സേജിൽ തന്നെ ട്രൈ ചെയ്ത് നോക്ക്. പോയിന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒറ്റയടിക്കൊന്നും വേണമെന്നില്ല, ജസ്റ്റ് മനസ്സിലായതൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ. അപ്പൊ നമ്മൾ മറക്കില്ല. ഇൻ കേസ് എക്സാമിന് വന്നാൽ നമുക്ക് മറക്കില്ല. അത് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഓർമ്മ വരും. ആരെങ്കിലും ഉണ്ടോ ഇനിഷ്യേറ്റീവ് ഇത് ചെയ്യാൻ? അല്ലെങ്കിൽ പറയാൻ പറ്റുന്ന വോയിസിൽ വന്നിട്ട് ഓഡിബിൾ ആയിട്ട് പറയാൻ പറ്റുന്നവർക്ക് അങ്ങനെ വന്ന് പറയാം. പറയൂ, ഉണ്ടോ? ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ ആണോ ഒന്ന് പറയും. ഇപ്പൊ പറഞ്ഞിട്ടുള്ള ടോപ്പിക് ഓക്കെ ആണോ എന്ന് പറയും. യെസ് ഓർ നോ? ഓക്കെ. ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. സോ ഐ ആം എക്സ്പെക്ടിങ് ലൈക്ക് മെജോറിറ്റി ആയിട്ടുള്ളവരുടെ ഒപ്പീനിയൻ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ട് ലൈക്ക് ഓക്കെ ആണെന്നെങ്കിൽ പറയാം, വെച്ചിട്ടുണ്ടെങ്കിൽ ഐ വിൽ മൂവ് ഫോർ അനദർ ടോപ്പിക്. യെസ്, രുദ്ര ഓക്കെ എന്ന് പറയുന്നു. പിന്നെ ആരാ? അനുപം ഓക്കെ, സുഹേൽ ഓക്കെ. ആരെങ്കിലും ഉണ്ടോ? ഇനി ഡൗട്ട് എന്തെങ്കിലും ഉള്ളവരുണ്ടോ? ഏതെങ്കിലും പോയിന്റ് സെപ്പറേറ്റ് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. താഴത്തെ ആ പച്ച കളറിലുള്ള ഒരു ബോക്സ് ഉണ്ട്, അതല്ല ഭയങ്കര കാരണം പച്ച കളർ അതൊന്നുമില്ല. ഇതിനെ കുറച്ചും കൂടെ എന്താണ് എലോബറേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാ. ഇറ്റ് ഡീൽസ് വിത്ത് ദ ഡിസിഷൻ മേക്കിംഗ് ഓഫ് സിംഗിൾ എക്കണോമി. ഇത് കുറച്ച് എന്താ പറയാ സമ്മറൈസ് ചെയ്ത് തന്നിട്ടുണ്ട്, മറ്റേത് കുറച്ച് എലോബറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ വാരി വലിച്ചെഴുതാന്ന് പറയില്ലേ, കുറച്ച് കൂടുതൽ മാർക്ക് കാണുമ്പോൾ 8 മാർക്കിനുള്ള ക്വസ്റ്റ്യനുകളൊക്കെ നമ്മൾ ബിസിനസ്സിൽ കാണുമ്പോൾ നമ്മൾ എഴുതിയപ്പോൾ തന്നെ രണ്ടാമത് തന്നെ വലിച്ച് തീട്ട് എഴുതില്ലേ, അത്രേ ഉള്ളൂ കേട്ടോ അത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. 1 hour അല്ലേ നിങ്ങക്ക് പറഞ്ഞിട്ടുള്ള ക്ലാസ്? ആണോ? യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു ചെറിയ ഒരു ചാപ്റ്റർ എടുക്കണോ, അത് അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ വെച്ച് അവസാനിപ്പിക്കണോ? നിങ്ങൾ പറഞ്ഞോ, നിങ്ങളുടെ ഒരു കൺവീനിയൻസ് വെച്ച് നമുക്ക് മൂവ് ചെയ്യാം. ഇന്നത്തേക്ക് ഇത് മതി എന്നാണോ മിസ്സേ, അതോ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ
കവർ ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണോ? നിങ്ങളുടെ ഒപ്പീനിയൻ പോലെ നമുക്ക് എടുക്കാം. എന്താ എനിക്ക് മനസ്സിലായില്ല, ഒന്നും കൂടെ ഒന്ന് പറയോ? ഈ ചാപ്റ്ററിലെ എന്തില്ലെന്ന് ചോദിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. നിങ്ങളുടെ ഒപ്പീനിയൻ പോലെ ഇരിക്കൂട്ടോ, ഞാൻ നെക്സ്റ്റ് ചാപ്റ്റർ എടുക്കണോ വേണ്ടോ എന്നുള്ളത്. അപ്പൊ നിങ്ങൾ സംസാരിക്കേ, അല്ലെങ്കിൽ ചാറ്റ് ചെയ്യും, ബോക്സിലിട് എന്താ നിങ്ങളുടെ ഒപ്പീനിയൻ അങ്ങനെ. ഇല്ല, ഈ ചാപ്റ്ററിൽ ഇല്ല. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലാണ് വരുന്നത്. സെക്കൻഡ് ചാപ്റ്ററിലാണ്, കൺസ്യൂമർ ബിഹേവിയറിലാണ് അത് വരുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് അപ്പൊ ഇതിലിപ്പോ അധികം ഒന്നും ഇല്ലല്ലോ, നമ്മൾ ആകെ 2 പേജസ് അല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. ഓക്കെ അല്ലേ? ആർക്കും ക്ഷീണമൊന്നും ഇല്ലല്ലോ? ഉറക്കൊക്കെ വരുന്നുണ്ടോ? അവിടെ ഇപ്പൊ എത്ര മണിയായി? നാട്ടിലിപ്പോ എത്ര മണിയായി? 7:44, 9:14. ആ കുഴപ്പമില്ല, എന്നാലും ഒരു 15 മിനിറ്റ്സ് കൂടെ നമുക്ക് ഇരിക്കാം അല്ലെ? ഒരു 9:30 നമുക്ക് ഇവിടെ 7:44, അപ്പൊ ഒരു 8 മണിക്ക് നമുക്ക് അവസാനിപ്പിക്കാം. അങ്ങനെയല്ലേ? അവിടുത്തെ ഒരു 9:30, അങ്ങനെയല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. ഞാനിപ്പോ ചെറിയൊരു ഭാഗം പറയുന്നത് കേട്ടോ, നമുക്ക് കുറച്ച് ടൈം അല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് മാക്രോയിലെ ഒരു നാഷണൽ ഇൻകം അക്കൗണ്ടിങ് പറഞ്ഞിട്ട് ഒരു ലെസൺ ഉണ്ട്, കേട്ടിട്ടുണ്ടോ നിങ്ങള്? നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടൊരു മാക്രോ എക്കണോമിക്സിൽ നിങ്ങൾക്ക് ഒരു ലെസൺ ഉണ്ട്, കേട്ടിട്ടുണ്ടോ? ലൈക്ക് ഒരു ചെറിയ പോയിന്റ്സ്, ലൈക്ക് ഗുഡ്സിനെ കുറിച്ചിട്ടൊക്കെ കുറച്ച് പറയുന്നുണ്ട്, നെറ്റ് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് പറയുന്നുണ്ട്, ഒരു ഹൗസ് ഹോൾഡ്സ് കുറെ സാധനങ്ങളൊക്കെ കൺസെപ്ഷൻ ചെയ്യുന്നു, അത് അവർ തിരിച്ച് ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെ എന്തെങ്കിലും കേട്ടായിട്ട് ഓർമ്മ ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും ലെസൺ കേട്ടായിട്ട് ഓർമ്മ ഉണ്ടോ? ഇല്ല അല്ലെ, ഒന്നും ഓർമ്മയില്ല. ഉണ്ട്. അൽഡ്രിൻ, യെസ്. അൽഡ്രിൻ ഒക്കെ ഓർമ്മ ഉണ്ട്, ചെറുതായിട്ടൊക്കെ ഓർമ്മ വരുന്നുണ്ട് അല്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് ടൈം 15 മിനിറ്റ്സ്, നമുക്കൊരു 20 മിനിറ്റ്സ് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. ആ ലെസൺ അതും കൂടെ ചെറിയൊരു പാർട്ടും കൂടെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം അല്ലേ? ഓക്കെ, സെക്കൻഡ് ചാപ്റ്റർ ഓക്കെ ആണോ? കാണുന്നുണ്ടോ? വിസിബിൾ ആണോ? വിസിബിൾ ആണോ? യെസ് ഓർ നോ പറയൂ. യെസ്, യെസ്. ഓക്കെ, ഒന്നുമില്ല, നമുക്കൊരു ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, നാഷണൽ ഇൻകം അക്കൗണ്ടിങ് നിങ്ങളുടെ മാക്രോ ഇക്കണോമിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ് കേട്ടോ ഇത്. മാക്രോ ഇക്കണോമിക്സിലെ ഞാൻ ഇൻട്രൊഡക്ഷൻ നോക്കിയപ്പോൾ പ്രത്യേകിച്ച് ഒന്നും അതിൽ പറയുന്നില്ല, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എക്സാമിന് പറയുന്നതൊന്നും പറയുന്നില്ല. സോ ഞാൻ ആ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് സ്കിപ്പ് ചെയ്ത്. പക്ഷെ മൈക്രോ ഇക്കണോമിക്സിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം ഉള്ളത് കൊണ്ടാണ് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തത്. മാക്രോ ഇക്കണോമിക്സ് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്, അതിൽ കുറച്ച് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തത്. പ്രീവിയസ് എക്സാമിനൊക്കെ വന്നിട്ടൊക്കെ കണ്ടിട്ടുണ്ടെന്നാണ് ആ മിസ് പറഞ്ഞത്. ഓക്കെ, അപ്പോ ഞാൻ മൂവിങ് ഫോർവേഡ് ഞാൻ ആ മിസ്സിന്റെ അടുത്ത് സംസാരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്ത് ചെയ്യാം, പോർഷൻസ് ഒക്കെ നമുക്ക് കുറച്ചും കൂടെ സ്ട്രെസ് ചെയ്ത് പഠിക്കാം. അതല്ലേ നല്ലത്? എല്ലാം എടുക്കണ്ടല്ലോ, നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏതാണ് ഭാഗം, നമുക്ക് എക്സാമിന് മാർക്ക് കൂടല്ലേ വേണ്ടേ? അങ്ങനെയല്ലേ? അതിനാണല്ലോ ഇവിടെ എല്ലാവരും ഇരിക്കുന്നത് അല്ലേ? ആണോ? അത് വെറുതെ കേറിയതാ?
അതെ അതെ യെസ്. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞുള്ള ചാപ്റ്റർ മാക്രോയിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ് കേട്ടോ ഇത്. സം ബേസിക് അക്കൗണ്ടിങ് സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് മാക്രോ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സിലെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ഇവർ പറയുന്നുണ്ട്. ഇത് ഞാൻ എന്താ പോയിന്റ് ഔട്ട് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വൺ വേർഡിനൊക്കെ വന്നിട്ട് ചോദിച്ചിട്ട് കാണാറുണ്ടായിരുന്നു പ്രീവിയസ് ഇയറിലെ. അപ്പൊ ഇതൊക്കെ ജസ്റ്റ് പഠിക്കൊന്നും വേണ്ട, പക്ഷെ എന്ത് ചെയ്യണം, ജസ്റ്റ് എന്താന്നൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നു. ലൈക്ക് അറ്റ്ലീസ്റ്റ് ഒരു വൺ വേർഡ് ചിലപ്പോ പറയില്ലേ, നമ്മളിപ്പോ ഒരു എ ഗ്രേഡിന്ന് എ പ്ലസ് ഗ്രേഡിലേക്ക് വരാൻ ചിലപ്പോ ഒരു മാർക്കൊക്കെ ആയിരിക്കും അല്ലെ ഡിഫറൻസ് വരിക. ഇപ്പൊ 69 70 വരാൻ, 70 71 വരാനൊക്കെ ഒരു 1 or 2 മാർക്സിനൊക്കെ ചിലപ്പോ നിങ്ങൾക്ക് അത് കിട്ടുമായിരിക്കും. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ച് അറിഞ്ഞിരുന്നാൽ മതി. എന്താണെന്നുള്ളത് ടോട്ടലി പഠിക്കൊന്നും വേണ്ട. ഓക്കെ, ഫൈനൽ ഗുഡ്സ്. എന്താണ് ഫൈനൽ ഗുഡ്സ് എന്ന് വെച്ചാൽ? ഫൈനൽ ഗുഡ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, an item that is meant for final use and will not pass through any more stages of production or transformation is called a final good. ഒന്നുമില്ല, ഫൈനൽ ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു സാധനം, അതിനെ പ്രത്യേകിച്ച് ഫർദർ പ്രോസസ്സിംഗ് ഒന്നും ആവശ്യമില്ല. ഇപ്പോ എന്താണ് നമ്മുടെ കയ്യിൽ കിട്ടിയത് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറഞ്ഞോ, ഫൈനൽ ഗുഡ്സ് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഫൈനൽ ഗുഡ്സ് എന്തൊക്കെയായിരിക്കും? ജസ്റ്റ് ഒന്ന് പറഞ്ഞ, അറ്റ്ലീസ്റ്റ് ഒരു 1-2 ഗുഡ്സിനെ കുറിച്ച് പറഞ്ഞ, ഫൈനൽ ഗുഡ്സ് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്നത് പറഞ്ഞോ പോരട്ടെ. പെൻ, യെസ്. വെഹിക്കിൾസ്, പിന്നെ ഇത്രേ ഉള്ളൂ, പെന്നും വെഹിക്കിളും മാത്രമേ ഉള്ളൂ. പോരട്ടെ. ബൈക്സ്, ഓക്കെ. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ സുഹൈലെ? പല്ലതേപ്പും കുളിയൊന്നും ഇല്ല അല്ലേ? അതൊക്കെ അല്ലേ ആദ്യം അല്ലേ? അതൊന്നുമില്ലേ? ബുക്ക്, ഫുഡ്, അതൊക്കെ ഉണ്ട്, ഭാഗ്യം. യെസ്, രുദ്രൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഫുഡ് എന്നൊക്കെ പറയുന്നുണ്ട്, ബൈക്കൊക്കെയാണ്. വേറെ എന്തെങ്കിലും ഉണ്ടോ? രാവിലെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പല്ലേക്കാറുണ്ടോ? അപ്പൊ പേസ്റ്റ് കയ്യിൽ കിട്ടാറുണ്ടോ? ഇല്ലേ? ഇല്ല അല്ലേ? ഉണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് എന്തൊക്കെ പറയാം, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ? യെസ്. അപ്പൊ ഫൈനൽ ഗുഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, നമുക്ക് പ്രത്യേകിച്ച് വേറെ നമ്മളായിട്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. ഓക്കെ, നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഡ്രസ്സ് കടയിൽ നിന്ന് മേടിക്കുന്നു, നമ്മൾ ഇടുന്നു അല്ലെ? ഫുഡ് നമ്മൾ മുന്നിൽ കൊണ്ടുവെക്കുന്നു, നമ്മൾ കഴിക്കുന്നു അല്ലെ? അങ്ങനെ ഫൈനൽ ആയിട്ട് ഇപ്പൊ വെഹിക്കിൾ ആയിക്കോട്ടെ, പെൻ ആയിക്കോട്ടെ, ഇവർ പറയുന്ന പോലെ സുഹേലൊക്കെ പെൻ ആയിക്കോട്ടെ, നമ്മൾ നമുക്ക് ഡയറക്ട്ലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഫർദർ ഒരു പ്രോസസ്സിങ്ങിന്റോ അല്ലെങ്കിൽ വേറെ ഒരു സ്റ്റേജിൽ കൂടെ എന്ത് ചെയ്യണ്ട, അതിനൊന്നും ചെയ്യണ്ട. നമുക്ക് ഫൈനൽ ആയിട്ടുള്ള ഈ ഔട്ട്പുട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് വാട്ട് വി കോൾഡ് ആസ് ഫൈനൽ എന്ത് ഗുഡ് എന്ന് പറയുന്നത്. മനസ്സിലാവുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. കൺസെപ്ഷൻ ഗുഡ്സ് എന്ന് വെച്ചിട്ട് ഒന്നുമില്ല. ഗുഡ്സ് ലൈക്ക് ഫുഡ് ആൻഡ് ക്ലോത്തിങ് ആൻഡ് സർവീസസ് like recreation that are consumed when purchased by the ultimate consumers are called consumption goods. ഒന്നുമില്ല, കൺസെപ്ഷൻ ഗുഡ്സ് വെച്ചാൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഫുഡ്സ്, ലൈക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുഡ്സ്, ഫുഡ്, ക്ലോത്തിങ്, സർവീസസ്, അതൊക്കെ നമ്മൾ എന്താ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, അതിനെ കൺസെപ്ഷൻ ഗുഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്, അത്രേ ഉള്ളൂ. ഇനി ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുഡ്സ് ദാറ്റ് ആർ ഓഫ് ഡ്യൂറബിൾ ക്യാരക്ടർ വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഫോർ പ്രൊഡക്ഷൻ. ഒന്നുമില്ല, ക്യാപിറ്റൽ ഗുഡ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ പർപ്പസിനെ നമ്മൾ യൂസ് ചെയ്യുന്ന ഗുഡ്സ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ക്യാപിറ്റൽ ഗുഡ്സ് മെഷീനറി. ഇപ്പൊ ഒരു കടയിൽ നമ്മൾ മെഷീനറി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ത്, അവിടുത്തെ സാധനങ്ങൾ പ്രോസസ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്, അതിനെന്ത് പറയുന്നു, ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടോ? കൺഫ്യൂഷൻ ഉണ്ടോ? അതുവരെ മൂന്ന് ഗുഡ്സിനെ കുറിച്ചിട്ട് പറഞ്ഞ ഞാൻ. ഒന്ന് ഫൈനൽ ഗുഡ്സിനെ കുറിച്ച് പറഞ്ഞു, കൺസെപ്ഷൻ ഗുഡ്സിനെ പറഞ്ഞു, ക്യാപിറ്റൽ ഗുഡ്സിനെ പറഞ്ഞു. ഓക്കെ, ഒന്നുമില്ല, ഫൈനൽ ഗുഡ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഫർദർ ഒരു പ്രോസസ്സിംഗും ആവശ്യമില്ലാണ്ട് നമുക്ക് എന്ത് ഫൈനൽ ഔട്ട്പുട്ടിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് വാട്ട് വി കോൾഡ് ആസ് ഫൈനൽ ഗുഡ്. ഇനി കൺസെപ്ഷൻ ഗുഡ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുന്ന ഗുഡ്സ്, ദാറ്റ് ഈസ് കൺസെപ്ഷൻ ഗുഡ്സ്. ഫുഡ്, ക്ലോത്തിങ്, ഓക്കെ. ഫൈനൽ ഗുഡ്സും കൺസെപ്ഷൻ ഗുഡ്സും ഒക്കെ ഏകദേശം എന്താണ്, സെയിം തന്നെയാണ് കേട്ടോ. മീൻസ് സെയിം എന്നല്ല, നമുക്ക് സിമിലർ ആയിട്ട് പറയാം. ലൈക്ക് ഫുഡ് ഇപ്പൊ പറഞ്ഞ മാതിരി, ക്ലോത്തിങ് പറഞ്ഞ മാതിരി, ഡ്രസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് ഫൈനൽ ഗുഡ്സിൽ ഇൻക്ലൂഡ് ചെയ്യാം, കൺസെപ്ഷൻ ഗുഡ്സിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇനി ക്യാപിറ്റൽ ഗുഡ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, എന്ത് നമ്മുടെ പ്രോസസ്സിനെ, ഇപ്പൊ ഒരു ഒരു മെഷീനറി കട അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്ഷൻ ഒരു ഫാക്ടറിയിൽ ചെന്നു, നമുക്ക് എന്ത് ചെയ്യണം, അവിടെ കിടക്കുന്ന ഫർണിച്ചർ, അവിടെ കിടക്കുന്ന ടൂൾസ്, അതെല്ലാം ക്യാപിറ്റൽ ഗുഡ്സ് ആണ്. അതായത് ഫർദർ നമ്മൾ പോകുന്ന എന്ത് പ്രൊഡക്ഷനെ യൂസ് ചെയ്യുന്ന എന്ത് ടൂൾസോ മെഷീനറോ വട്ട് എവർ വി കോൾ ഇറ്റ് ആസ് എന്ത് ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയും.
ഓക്കെ. ഇനി ഇന്റർമീഡിയറ്ററി ഗുഡ്സ് പറഞ്ഞൊരു ഗുഡ്സ് ഉണ്ട്. അതെന്താ സാധനം ഇന്റർമീഡിയറ്ററി? ഇന്റർമീഡിയറ്ററി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്ത് ഇൻ പ്രോസസ് ആയിട്ട് വരുന്നത്. അതായത് നമ്മുടെ ഇപ്പൊ നമ്മൾ പറയാണ് ഒരു ഡ്രസ് ഉണ്ടാക്കണം. അപ്പൊ ഇന്റർമീഡിയറ്ററി ഗുഡ്സ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വരും പറയാൻ പറ്റുമോ? ഇന്റർമീഡിയറ്ററി ഗുഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡ്രസ് ഉണ്ടാക്കുന്ന കട. ഓക്കെ. അപ്പൊ അവിടെ എന്തൊക്കെയാണ് ഇന്റർമീഡിയറ്ററി ഗുഡ്സ് എന്ന് പറയാം? യെസ്, കോട്ടൺ നമുക്ക് പറയാം. കാരണം നമ്മൾ ഫർദർ പ്രോസസ് ചെയ്യാണ്. യെസ് അനുപമ, കറക്റ്റ് ആൻസർ ആട്ടോ പറഞ്ഞേ. ഫർദർ നമ്മൾ പ്രോസസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻ പ്രോഗ്രസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഗുഡ്സിന് നമ്മൾ എന്ത് പറയുന്നു? ഇന്റർമീഡിയറ്ററി ഗുഡ്സ് എന്ന് പറയുന്നു. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ 4 ടൈപ്പ് ഓഫ് ഗുഡ്സ് ആണ് പഠിച്ചത്. ഒന്ന് ഫൈനൽ ഗുഡ് പഠിച്ചു, ഒന്ന് കൺസെപ്ഷൻ ഗുഡ്സ് പഠിച്ചു, ഒന്ന് ക്യാപിറ്റൽ ഗുഡ്സ് പഠിച്ചു, ആൻഡ് ലാസ്റ്റ് ഇന്റർമീഡിയറ്ററി ഗുഡ്സ് പഠിച്ചു. അപ്പൊ ഇന്റർമീഡിയറ്റ് ഗുഡ്സിൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. ഈ സ്റ്റീലിന്റെ ഒക്കെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, സ്റ്റീൽ ഷീറ്റ്സ്. ഓക്കെ. ഈ ഓട്ടോമൊബൈൽസിലൊക്കെ ഈ സ്റ്റീൽ ഷീറ്റ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഈ ബാക്കിയുള്ള എന്താ പറയാ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് ടോട്ടലി നമ്മൾ എന്ത് ചെയ്യില്ല, എന്താ പറയാ ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ടോട്ടൽ ആ ഗുഡ്സ് ഒന്നും യൂസ് ചെയ്യില്ലല്ലോ. ബാക്കി വരുന്ന ഗുഡ്സ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇവിടെ ഇന്റർമീഡിയറ്ററി ഗുഡ്സിന്. അപ്പൊ അതൊന്നും എന്ത് ചെയ്യണ്ട, വലിയ സ്ട്രെസ് കൊടുക്കണ്ട. ജസ്റ്റ് ഇങ്ങനെ ചിന്തിച്ചാൽ മതി. നമ്മളൊരു പ്രൊഡക്ഷൻ പ്രോസസ്സിലെ ഏതൊക്കെ ഗുഡ്സ് ആണോ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്റർമീഡിയറ്റ് ആയിട്ട് വരുന്നത്, ഫൈനൽ ഗുഡ്സ് ഉണ്ടാവുന്നതിന് മുന്നേ ഈ റോ മെറ്റീരിയലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്യുന്നതിന്റെ പ്രോസസ്സിൽ ഉണ്ടാക്കുന്ന ഗുഡ്സിന് എന്ത് പറയുന്നു? ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുന്നു. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇവിടെ വരെ ഓക്കെ അല്ലേ? യെസ്. ഓക്കെ. അപ്പൊ ഇത് 1 വേർഡ് ആയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക്. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോക്ക്. ഓക്കെ. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. എന്താണ് ഡിപ്രിസിയേഷൻ? ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് എന്താന്ന് കേട്ടിട്ടുണ്ടോ? അക്കൗണ്ടിങ്ങിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. എന്താണ് ഡിപ്രിസിയേഷൻ? ഡിപ്രിസിയേഷൻ എന്താണ് ഡിപ്രിസിയേഷൻ? ഈശ്വര, മിസ് ഇത് എക്കണോമിക് ക്ലാസ് എടുത്ത് വന്നിട്ട് അക്കൗണ്ടിങ് ക്ലാസ്സിലേക്ക് പോകുന്നെന്ന് പറയണ്ട. എന്താണ് ഡിപ്രിസിയേഷൻ? കേട്ടിട്ടുണ്ടോ? 2 കൊല്ലമായിട്ട് പഠിക്കുന്നു. ഡിപ്രിസിയേഷൻ, സ്ട്രേറ്റ് ലൈൻ മെത്തേഡ്, റൈറ്റ്, പിന്നെ എന്നിട്ടാ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്, പിന്നെ എന്നിട്ടൊക്കെയായിരുന്നു നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഡിപ്രിസിയേഷൻ കാൽക്കുലേഷൻ ഉണ്ടോ? ലോസ് ഇൻ ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്, കറക്റ്റ് ആൻസർ. ഓക്കെ. അതായത് നമ്മുടെ ഫിക്സഡ് അസറ്റ്, നമ്മുടെ അസറ്റ്സിന്റെ വില കുറയും. അതായത് ഇപ്പൊ ഒരു കൊല്ലം നമ്മൾ യൂസ് ചെയ്ത സാധനം ഫെർദർ രണ്ടാമത്തെ കൊല്ലം നമ്മൾ വിൽക്കുമ്പോൾ അത്ര പൈസയൊന്നും കിട്ടില്ല അല്ലെ? വെയർ ആൻഡ് ടിയർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് കറക്റ്റ് അതിന്റെ ഒരു ഡെഫിനിഷൻ പറയുന്നത്. വെയർ ആൻഡ് ടിയർ എന്ത് ചെയ്യുന്ന ഒരു അസറ്റിനുള്ള വെയർ ആൻഡ് ടിയർ അല്ലെ? ഓരോ ഇയർ ടൈം പാസ് ചെയ്ത് പോകുമ്പോൾ ഓരോ അസറ്റിനുള്ള വെയർ ആൻഡ് ടിയർ ആണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. സോറി. അപ്പൊ അതിനാണ് എന്ത് പറയുന്നത്? നമ്മൾ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ലോസ് ഇൻ ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്, കറക്റ്റ് ആൻസർ ആട്ടോ. അപ്പൊ നമ്മളൊരു മൊബൈൽ എടുത്തു. ഓക്കെ. മൊബൈൽ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു വെഹിക്കിൾ മേടിച്ചു, 2 കൊല്ലം കഴിഞ്ഞിട്ട് വിറ്റു. സെയിം വില കിട്ടുമോ? മേടിച്ച വില തന്നെ കിട്ടുമോ? ഉണ്ടോ സുഹൈല? ഉണ്ടോ? യെസ്. ഇല്ല. അപ്പൊ എന്താണ്, അതെന്തുകൊണ്ടാണ് അത്ര വില ഒന്നും കിട്ടാത്തത്? ഞാനിപ്പോ ഒരു 2 ലക്ഷം രൂപയ്ക്ക് ഒരു ബൈക്ക് മേടിച്ചു. ഓക്കെ. 2 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ വിറ്റു. 2 ലക്ഷം രൂപ തന്നെ കിട്ടുമോ? ഇല്ല. അതെന്തുകൊണ്ടാ? നമ്മളിങ്ങനെ ഈ ബൈക്ക് ഇങ്ങനെ കുറെ ഉപയോഗിച്ച് അതിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ പറ്റി അല്ലെ? 2 കൊല്ലം കഴിഞ്ഞ് വരുന്ന അതിനൊരു വാല്യൂ ഇടും. എത്ര ഇടും ഏകദേശം? സുഹൈല, എത്ര ഇടും ഏകദേശം? ഒരു 2 ലക്ഷം രൂപയ്ക്കുള്ള ഒരു ബൈക്ക് മേടിച്ചിട്ട് 2 കൊല്ലം കഴിഞ്ഞ് വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം എത്ര രൂപയ്ക്ക് നമുക്ക് വിൽക്കാൻ പറ്റും? വല്ല ഐഡിയ ഉണ്ടോ? ഒരു 1.3. കുഴപ്പമില്ല അല്ലെ? കുഴപ്പമില്ലാത്തൊരു പ്രൈസ് ആണ്. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നതൊന്നുമില്ല. നമ്മള് ഒരു എന്താ പറയാ, ഒരു അസറ്റ് മേടിച്ചു കഴിഞ്ഞിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആഫ്റ്റർ ടൈം പാസസ് അല്ലെ, ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ വാല്യൂ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. അതിന് പല റീസൺസ് ഉണ്ട്. ഒരു റീസൺ ആണ് എന്ത്? ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ ഡിപ്രിസിയേഷൻ ഇവിടെ എന്താ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല. അവിടെ ഒരു റെഡ് ലൈനിൽ നിങ്ങൾ കണ്ടോ? ഈ 4 ഗുഡ്സിന്റെ യെല്ലോ കളറിൽ ഞാൻ ചെയ്തതിനു ശേഷം
അവിടെ ഒരു റെഡ് കളറിൽ എഴുതിയിട്ടുണ്ട്. അവർ ഫൈനൽ ഔട്ട്പുട്ട് ദാറ്റ് കംപ്രൈസ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് എൻ എക്കണോമി. ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് എൻ എക്കണോമി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് ആണ് എന്ത് പറയുന്നത്? ഫൈനൽ ഔട്ട്പുട്ട് ദാറ്റ് കംപ്രൈസ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ്. നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് വിച്ച് കംപ്രൈസ് ഓഫ് ക്യാപിറ്റൽ ഗുഡ്സ്, ക്യാപിറ്റൽ ഗുഡ്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് വെച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഫൈനൽ ഔട്ട്പുട്ട്സിനാണ് നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത്? ദിസ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ദ ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് എൻ എക്കണോമി. അപ്പോൾ ഒരു എക്കണോമിയിലെ ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റിലേക്ക് എന്ത് ചെയ്യുന്ന, കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്താണ്? നമ്മളെ ക്യാപിറ്റൽ ഗുഡ്സ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഫൈനൽ ഔട്ട്പുട്ട് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഫോർ എക്സാമ്പിൾ ഒന്നുമില്ല, നമ്മൾ കുറച്ച് സാധനം ക്യാപിറ്റൽ ഗുഡ്സ് വെച്ചിട്ട്, കുറച്ച് ക്യാപിറ്റൽ ഗുഡ്സ് വെച്ച് എന്ത് പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷന് യൂസ് ചെയ്യുന്ന ഗുഡ്സ്. അപ്പൊ ഈ ക്യാപിറ്റൽ ഗുഡ്സ് വെച്ചിട്ട് നമ്മളൊരു ഫൈനൽ ഔട്ട്പുട്ട് ഉണ്ടാക്കുകയാണ്, ഫൈനൽ ഗുഡ്സ് ഉണ്ടാക്കുകയാണ്. അത് നമ്മുടെ എന്ത് ചെയ്യുന്നു? നമ്മുടെ എക്കണോമിയുടെ ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അല്ലെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുന്നു? കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. മനസ്സിലായോ? ചുരുക്കി പറയാണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ഗുഡ്സ് ഉണ്ടല്ലോ, നമ്മൾ പ്രൊഡക്ഷനിൽ ഉണ്ടാക്കുന്ന ഫൈനൽ ഗുഡ്സ്, അത് നമ്മുടെ എക്കണോമിയുടെ ഇൻവെസ്റ്റ്മെന്റിനെ, ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇത്രേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ഈ ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് പറയുന്നുണ്ട് അല്ല, ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഇക്കണോമി എന്ന് പറയുമ്പോൾ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? കൺഫ്യൂഷൻ ആക്കിയോ? ഞാനേ ആക്കിയെന്ന് പറഞ്ഞോട്ടോ. കുറച്ച് വളഞ്ഞു പോക്ക് പിടിച്ചോ? ഒന്നുകൂടെ പറയണമെങ്കിൽ പറഞ്ഞുതരാം. റിപ്പീറ്റ് എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ നീഡ് സം മോർ ക്ലാരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ മതി. പോരട്ടെ. നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്റെ ക്ലാസ് ഇരിക്കുന്നത് കേട്ടോ. ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കൊന്നുമില്ല, ലെക്ചറായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കൊന്നുമില്ല. നിങ്ങൾ അവിടെ റിപ്ലൈ ചെയ്യുന്നോ ഞാനിവിടെ പറയും, അല്ലെച്ചാണെങ്കിൽ ഞാൻ പോവില്ല, ഞാൻ ഇങ്ങനെ നിൽക്കും. ഒരു വട്ടം കൊണ്ട് പറയാം, ഒന്നുമില്ല. സിമ്പിൾ ആയിട്ട് ആ റെഡ് ലൈൻ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഫൈനൽ ആയിട്ടുള്ള കുറച്ച് ഗുഡ്സും ഒക്കെ ഉണ്ടാക്കില്ലേ, നമ്മൾ വിൽക്കാനൊക്കെ വേണ്ട ഗുഡ്സ്, അത് നമ്മുടെ എക്കണോമിയുടെ ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റിന് നമ്മൾ എന്ത് ചെയ്യും? അതായത് നമ്മുടെ ടോട്ടൽ ആയിട്ടുള്ള നമ്മുടെ ഇക്കണോമിയിൽ കുറെ ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടാവുമല്ലോ, അപ്പൊ ആ ഇൻവെസ്റ്റ്മെന്റ്സിനെ എന്ത് ചെയ്യും? കോൺട്രിബ്യൂട്ട് ചെയ്യും നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്ഷൻ. അത്രേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ? മനസ്സിലാവുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയൂ, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയേ. ഇവിടം വരെ ഓക്കെ ആണോ? ഞാൻ ഇവിടെ കുറെ നേരമായിട്ട് മിണ്ടാണ്ടിരിക്കണോ കേട്ടോ, സംസാരിക്കുന്നത്. നിങ്ങളൊന്നും മിണ്ടുന്നില്ല. ഓക്കെ, അക്ഷയാണ് ആകെ സംസാരിച്ചിട്ടുള്ളത്, ഓക്കെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഇവിടം വരെ ഓക്കെയാണ്. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ എന്തിനാണ് ഡിപ്രിസിയേഷന്റെ കാര്യം പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മിനിറ്റ്. ഓക്കെ, സോറി കേട്ടോ, ഒരു സെക്കൻഡ്. എനിക്ക് കഴിഞ്ഞ ആഴ്ച ഇവിടെ ഭയങ്കര വിന്റർ ആണ്, ഭയങ്കര മഞ്ഞാലാണ് ഇവിടെ UAE-ല്, പ്രത്യേകിച്ച് ഇവിടെ അബുദാബിയില്. അപ്പൊ ഭയങ്കര ചുമയും പിന്നെ തൊണ്ടവേദനയൊക്കെ വരുന്നു. അവിടെ എങ്ങനെ കാലാവസ്ഥ? തണുപ്പാണോ അതോ ചൂടാണോ? എങ്ങനെയാ ഇപ്പൊ? മഴ ഉണ്ടോ ഇപ്പൊ? മഴ ഉണ്ടോ? ഇല്ലേ? ഉണ്ടോ? ഇല്ലേ? ഇല്ല, മഴ ഇല്ല എന്നാണോ മഞ്ഞുണ്ടെന്നാണോ വെയിലുണ്ടെന്നാണോ? ഇപ്പൊ എന്റെ വോയിസ് ഭയങ്കരമായിട്ട് ഇങ്ങനെ എനിക്ക് ഇതാവുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഹലിയിലായിരുന്നു, വയ്യ, കുറച്ച് ത്രോട്ട് പെയിൻ ഒക്കെ ആയിട്ട്. ഭയങ്കര മഞ്ഞാണ് ഇവിടെ, അത് കാരണം അപ്പൊ അതിന്റെ കുറച്ച് ഇഷ്യൂ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, ഡിപ്രിസിയേഷന്റെ കാര്യം ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യം പറഞ്ഞല്ലോ, നമ്മൾ ഫൈനൽ ഔട്ട്പുട്ടിന്റെ കാര്യം പറഞ്ഞല്ലോ. ഈ ഫൈനൽ ഔട്ട്പുട്ടിന്റെ കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഈ വെയർ ആൻഡ് ടിയർ ഓഫ് ക്യാപിറ്റൽ ഡിപ്രിസിയേഷനും കൂടെ എന്ത് ചെയ്യണം? കണക്കാക്കണം.
നമ്മൾക്ക് മൂവിങ് ഫോർവേഡ് നമ്മളിപ്പോ പ്രൊഡക്ഷൻ നടത്തി, ഇപ്പൊ ഫൈനലായിട്ടൊരു മെഷീൻ ഉണ്ടാക്കി, അത് നമ്മൾ ഒരു ക്യാപിറ്റൽ ഗുഡ്സ് ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു ഫൈനൽ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ പറയുന്ന ഇക്കണോമിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു പറയുന്നു. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനായിട്ട്, ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റിനായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. പക്ഷെ നമ്മൾ അവിടെ എന്ത് കണക്കാക്കണം, ഒരു ഡിപ്രിസിയേഷൻ എന്നുള്ളതും കൂടെ കണക്കാക്കണം. ഡിപ്രിസിയേഷൻ എന്താ നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, ഒന്നുമില്ല, വെയർ ആൻഡ് ടിയർ. അപ്പൊ അതുകൊണ്ടാണ് അവിടെ ഡിപ്രിസിയേഷൻ എന്നുള്ള പോയിന്റ് ഞാൻ അവിടെ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല അവിടെ. അപ്പോ നമ്മൾ നെറ്റ് ഇൻവെസ്റ്റ്മെന്റ്, ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഈ ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ഫൈനൽ ആയിട്ടുള്ള ഔട്ട്പുട്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഫൈനൽ ഔട്ട്പുട്ട് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇക്കണോമിക്ക് എന്ത് ചെയ്യുന്നു, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ്. നമുക്ക് ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള ഓപ്ഷനിലേക്ക് പോകണം. അപ്പൊ ഈ നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് ഡിപ്രിസിയേഷൻ നമ്മൾ കുറയ്ക്കണം. അതാണ് എന്ത് പറയുന്നത്, നെറ്റ് ഇൻവെസ്റ്റ്മെന്റ്. നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇസ് ഈക്വൽ ടു ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ് മൈനസ് ഡിപ്രിസിയേഷൻ. നമ്മൾ ഡിപ്രിസിയേഷനും കൂടെ കുറച്ചിട്ടുള്ളത് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ എന്തായിട്ട് കാണിക്കാൻ പറ്റുള്ളൂ, നമുക്ക് നെറ്റിലേക്ക് കാണിക്കാൻ പറ്റുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ ആണോ? അതായത് ഒന്നുമില്ല, നമ്മൾ ആ വെയർ ആൻഡ് ടിയറും നമ്മൾ അതും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് മൈനസ് ചെയ്ത് കളയുന്നു, അത്രേ ഉള്ളൂ കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താ വൈൻഡ് അപ്പ് ചെയ്യാൻ നോക്കാം. ഓൾറെഡി 8:03 ആയി. ഇവിടെ 8 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ അവിടെ ഇപ്പൊ എത്ര മണി ഉണ്ടാവും, 9:30 കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ ഓരോരുത്തരൊക്കെ ലെഫ്റ്റ് ആയി തുടങ്ങി, മൂട് മാറി അല്ലേ, മൂടൊക്കെ പോയി തുടങ്ങി, 1 മണിക്കൂറൊക്കെ കഴിഞ്ഞു. അപ്പൊ നമുക്ക് ബാക്കി നാളത്തെ ക്ലാസ്സിനും കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം മെത്തേഡ്സ് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിനെ ഫോർവേഡ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചേ, ഫസ്റ്റ് നമ്മൾ എന്താണ് ഇൻട്രൊഡക്ഷൻ എന്നുള്ളത് പഠിച്ചു. ജസ്റ്റ് എക്കണോമി എന്താന്നുള്ളത് ഞാൻ പറഞ്ഞു. സെൻട്രൽ പർപ്പസ് ഓഫ് ആൻ എക്കണോമി പറഞ്ഞു, എന്ത്, വാട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റി, ഹൗ ആർ ദീസ് ഗുഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ്, ഫോർ ഹൂം ആർ ദീസ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ്. 3 പോയിന്റ്സ് അങ്ങനെ പറഞ്ഞു. സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എക്കണോമി. പിന്നെ എന്ത് പറഞ്ഞു, ഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി. അതിൽ എന്ത് 2 തരത്തിലുള്ള എക്കണോമിക് ഉണ്ട്, എന്ത്, ഒന്ന് സെൻട്രലി പ്ലാൻഡ് എക്കണോമി, ഒന്ന് മാർക്കറ്റ് എക്കണോമി. സെൻട്രലി പ്ലാൻഡ് എക്കണോമി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, എന്ത്, ഗവൺമെന്റ് എന്ത് ചെയ്യുന്ന തീരുമാനിക്കുന്ന കാര്യങ്ങൾ സെൻട്രലി പ്ലാൻഡ് എന്നും. പിന്നെ മാർക്കറ്റ് എക്കണോമി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഒരു മാർക്കറ്റിലുള്ള ആൾക്കാര് ഓരോ കാര്യങ്ങൾ, ഓരോ പ്രൈസും കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു. പിന്നെ പോസിറ്റീവ് ആൻഡ് നോർമാറ്റീവ് എക്കണോമിക്സ് പറഞ്ഞു. അതുപോലെ മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ് പറഞ്ഞു. ഓക്കെ, മൈക്രോ എക്കണോമിക്സിൽ എന്ത് പറഞ്ഞു, എല്ലാം ഇൻഡിവിജ്വൽ ആണ്, എല്ലാം എന്താണ്, നാരോ ആയിട്ടുള്ള ടേംസ് ആണ്. പക്ഷെ മറ്റേത് എന്താണ്, മാക്രോ എക്കണോമിക്സ് എല്ലാം എന്താണ്, വൈഡ് ആയിട്ടുള്ള ടേംസ് ആണ്. മാക്രോ എക്കണോമിക്സും മൈക്രോ എക്കണോമിക്സും പറഞ്ഞു. പിന്നെ 2ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ എന്ത് ചെയ്തു, എന്താണ് ഫൈനൽ ഗുഡ്സ്, കൺസപ്ഷൻ ഗുഡ്സ്, ക്യാപിറ്റൽ ഗുഡ്സ്, ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്താന്ന് പറഞ്ഞു. പിന്നെ നെറ്റ് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചിട്ട് പറഞ്ഞു. ഇവിടം വരെ അല്ലേ നമ്മൾ പറഞ്ഞ, ഇവിടം വരെ ഓക്കെ അല്ലേ? ഞാൻ നിങ്ങൾക്ക് ഈ ഡോക്യുമെന്റ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, ഷെയർ ചെയ്യാം ഗ്രൂപ്പില്. അപ്പൊ നിങ്ങൾ ഇന്ന് പോയിട്ടൊക്കെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് പറ്റാണെന്നുണ്ടെങ്കിൽ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്ക്. ഇന്ന് സമയം ഉണ്ടാവില്ല, ഓൾറെഡി 9:00 എനിക്കറിയാം, ഉറക്കൊക്കെ വരുന്നുണ്ടായിരിക്കും. നാളെ ക്ലാസ് ഉണ്ടോ? അപ്പൊ നിങ്ങൾക്ക് നാളെ ക്ലാസ് ഉണ്ടോ? ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ പോയി ഇന്ന് ഉറങ്ങിക്കോ. നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ഫയലിലൊക്കെ നിങ്ങൾക്ക് ഡോക്യുമെന്റ് അയച്ചുതരാം. അപ്പൊ നിങ്ങൾ സമയം കിട്ടുമ്പോൾ മതി കേട്ടോ. അപ്പൊ സൺഡേസ് ഒക്കെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് മൂവിങ് ക്ലാസ്സിലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഇവിടെ 8 മണി ആയിട്ടുള്ളൂ. അപ്പൊ എനിക്കിനി നാളെ ഓഫീസിലൊക്കെ പോകണം. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യണം. നാളേക്കുള്ള നിങ്ങളുടെ ക്ലാസ് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഗുഡ് നൈറ്റ്, ബൈ ബൈ. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. ഓക്കെ.